തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു നിങ്ങളും എന്റെ ഫോണിൽ ഇങ്ങനെ എന്താണെന്നറിയില്ല, വേറെ ആർക്കും ഉണ്ടോന്ന് അറിയത്തില്ല. എന്റെ ഫോണിൽ തുടർച്ചയായിട്ട് ഈ നെറ്റ്വർക്ക് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചുമല അക്ഷരത്തിൽ ഇങ്ങനെ എഴുതി കാണിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. റെഡിയാണ് സംഗതി. ഇന്നിട്ടതല്ല, എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇവിടെ കുറെ ആൾക്കാരെ മോഡ് കൊടുത്തതിനൊക്കെ ബ്ലോക്ക് ചെയ്തോ കണ്ണാപ്പി എനിക്ക് 5 ദിവസത്തെ മിയാമി ട്രിപ്പ് വിത്ത് അപ്പ് ആൻഡ് ഡൗൺ. ക്രിസ്ത്യാനിയുടെ കാര്യവും ഇതൊന്നുമല്ല, നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷന്റെ കിട്ടിയിട്ടുള്ള ഇതിന്റെ സെയിൽസ് അല്ലെങ്കിൽ ആ കിട്ടിയിട്ടുള്ള ഫലകങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ് ആണ്. ഒരു കോർപ്പസ് ഉണ്ട്, അതിലൊന്ന് സെലക്റ്റീവ് ആയിട്ട് ഞാൻ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലായി. പക്ഷെ അതിന്റെ ഒരു 3D ഇമേജ് ആണ് ഓരോ സാധനത്തിന്റെയും 3D ഇമേജ് ഇപ്പൊ ഇട്ടത്. അത് ഒന്ന് എനിക്ക് എന്തോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്ക് വേറെ ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം, ടിസൺ വരുന്നവരെ. ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് കൊണ്ട് ചോദിച്ചത്. ആ ഒരു പ്രൊഫൈൽ പിക്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു കക്കടെ. അത്രേ ഉള്ളൂ. നമ്മുടെ ഇത് 14,000 കൊല്ലം പഴക്കമുള്ള സ്റ്റീലുകളുടെ ഫോട്ടോഗ്രാഫ്സ് ആണ്. ഒരു കോർപ്പസ് ഉണ്ട്, എന്തെങ്കിലും ഉണ്ട്, കളക്ഷൻസ് ഉണ്ട്. പക്ഷെ ഡിസൈഫർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഇത് എന്താന്നുള്ളതൊന്നും അറിയില്ല, ഇതുവരെയും നടന്നിട്ടില്ല. ടിസൺ നമ്മുടെ റൂമിൽ ഒരു മിനിറ്റ്, അത് നമുക്ക് പ്രൈവറ്റ് റൂമിൽ ചോദിക്കാം. ഒരു മിനിറ്റ്, ഞാൻ അതാ പറഞ്ഞത്. ഞാൻ ടിസൺ നമ്മുടെ റൂമിൽ വന്നിരുന്നു, മറ്റേ റൂമില് താഴെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് പോയി. അപ്പൊ പാഞ്ചജന്യത്തിലുണ്ടെങ്കിൽ ആരെങ്കിലും പോയി വിളിച്ചോണ്ട് വരുമോ? ആരാ പോകുന്നേ? എന്നെ കണ്ട ഈ മറ്റേ ആർക്കോ പന്നി കണ്ട പോലെയാ ടിസന്. ആർക്കാ ടിസനുമായിട്ട്? എൽ ജെ പോവാണോ? നീ പോവോ? കുരിശ് കണ്ട എന്താ പ്രയോഗത്തെ പോലെയോ? അങ്ങനെ അല്ലേ? നീ പോണോ? നീ പോയാൽ നിന്നിപ്പോ റിമൂവ് അടിക്കും ഞാൻ. എൽ ജെ പൊക്കോട്ടെ. ഇന്നലെ നമ്മള് റിപ്ലൈ ഉള്ള റൂമില് അഗ്രി ചെയ്താണ്. ഞാൻ ചെറിയൊരു പണിയില്ല. ഇൻസാൻ എങ്ങനെയാണ് ബന്ധം? എനിക്ക് മുറി കാണുന്നില്ല, അല്ല ഞാൻ പോയി വിളിക്കാമായിരുന്നു. പാഞ്ചജന്യം കാണുന്നില്ലേ? ഇല്ല. ഇവിടെ ഒരു ടിസനെ വിളിക്കാൻ പോകാൻ പോലും ദൂരം പോലും ഇല്ലേ? നീ മിണ്ടാണ്ടിരി. നിന്നെ 7 ആൾക്ക് അടുപ്പിക്കാലോ, നീ മിണ്ടാണ്ടിരി. ഞാൻ താഴേക്ക് വരുന്നോളാം കേട്ടോ. ഇന്നും ഡിഫൻജ് വന്നില്ലെങ്കിൽ ഞാന് മുങ്ങൽ വിദഗ്ധ വന്ന് റൂം എടുത്തോ വേറെ. നീ പോവോ ഇൻസാനെ പാഞ്ചജന്യത്തിലേക്ക്? പാഞ്ചജന്യത്തിൽ എനിക്ക് വലിയ സീൻ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അവിടെ ഉണ്ട് പുള്ളി. അവിടെ ഉണ്ടോ? ഞാൻ വരാം, താഴെ ഇരിക്കാം. എനിക്ക് ടിസനെ എന്നെ കലിപ്പാ, അതുകൊണ്ടാ. പിന്നെ പാഞ്ചജന്യക്കാരങ്ങനെ വെറുപ്പിക്കാറില്ല. ഞാൻ പോയോട്ടോ ഒരു മിനിറ്റ്. ഒന്ന് ലിങ്ക് ഇടാവോ എനിക്കും കൂടെ? കാരണം ഒരു നമ്പൂരിയായുള്ള എനിക്കും അങ്ങോട്ട് പാഞ്ചജന്യൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് കല്യാണം കൂടാൻ പോവല്ല, ടിസനെ വിളിക്കാൻ പോവാ. അതല്ല, അതിനാണ് ആ ഗ്രൂപ്പിലേക്ക് എനിക്കിപ്പോ പ്രവേശനം ഇല്ല. പാഞ്ചജന്യ റൂം അവിടെ ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു. ഇപ്പം ടിസൺ ഓൺലൈനിലുണ്ട്, വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ടിസൺ വരുന്നതായിരിക്കും. ടിസൺ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഉണ്ടെങ്കിൽ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാം. വന്നു കഴിഞ്ഞാലേ പാനലിൽ വരും. അദ്ദേഹം കോ ഹോസ്റ്റ് ആണ്. അപ്പൊ വേറെ ഐഡിയിലാണെങ്കിൽ ചിലപ്പോ പറയാൻ പറ്റില്ല. അല്ല, ബ്ലോക്ക് മാറ്റിയിട്ട് ഇരിക്കാൻ പറയണം, അത് മറ്റുള്ളവർക്കും കേൾക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ കോഹോസ്റ്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും അജൻജി നല്ലത്. കാരണം ഇവിടെ ആരെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. അല്ല, കോ ഹോസ്റ്റ് ആണെങ്കിൽ വരുമ്പോ മോഡ് ഉണ്ടാവില്ല. നമ്മൾ കൊടുത്താലേ ആവുള്ളൂ. നമുക്ക് ചോദിച്ചിട്ട് മോഡാക്കാം. അല്ല, കുഴപ്പമില്ല. ഞാനിപ്പോ വിളിച്ചു പറഞ്ഞാൽ വരാൻ പറഞ്ഞു. പുള്ളി വരാമെന്ന് പറഞ്ഞു. പുള്ളി വരുമായിരിക്കും, അറിയത്തില്ല. അതെ, എന്നോട് ഇന്നലെ സംസാരിച്ചപ്പോഴേ ഇന്ന് എന്തായാലും ഉണ്ടോ, കുഴപ്പമില്ല, ഇന്ന് വൈകുന്നേരം ഫുൾ ഫ്രീ ആണെന്ന് പറഞ്ഞു. വന്നു. ടിസിന് പച്ചക്കത്ത് കൊടുക്കണം. കാരണം പറഞ്ഞ ഒത്തിരി പേരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടെ കേൾക്കണം. അതുകൊണ്ട് പറഞ്ഞ നിങ്ങളുടെ പരിപാടി നടക്കട്ടെ. ഓക്കെ. ഡിസേജ എവിടെ ഇരിക്കുന്നു? ഞാൻ അന്ന് പാഞ്ചജന്യത്തിൽ പോയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു.
എന്തായാലും ഞാൻ നമസ്കാരം. ടിസൺ അന്വേഷിച്ച് ഇക്കാക്ക ടിസൺ ഇക്കാക്ക അന്വേഷിച്ച് ഇക്കാക്ക എല്ലാ റൂമിലും ഇക്കാക്ക ഇക്കാക്ക ഇറങ്ങിയായിരുന്നു. ഇക്കാക്ക ഇല്ലില്ല, നമ്മുടെ അങ്ങനെ അങ്ങനെ ബ്ലോക്കിന്റെ അങ്ങനെ ഒന്ന് ചോദിച്ചോ പോലെ ഇക്കാക്ക. നിങ്ങളെ ടിസന്റെ ഇത് ആ പരിപാടി നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാമല്ലോ. ഓക്കെ, വെൽക്കം ടിസൺ. ടിസൺ കേക്കാവോ? ടിസൺ ടിസൺ ബ്രദർ, വെൽക്കം വെൽക്കം. സൗണ്ട് ചെക്ക് പ്ലീസ്. സൗണ്ട്. ടിസനെ കേക്ക്. ടിസൻ ടിസൺ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. മ്യൂട്ടാണ്. എടാ ആ, എടാ പാഞ്ചാലിന്റെ ഡിസൈൻ വന്നോ? ഓക്കെ, ടിസൺ ഇവിടെ ബ്രദർ ഇവിടെ എത്തി, വന്നു. ഇവിടെ ടിസൺ എത്തി. ബ്രദർ വന്നു. ഞങ്ങളെ ഇവിടെ വിളിക്കാൻ വന്നു. ഇവിടെ വന്നു. പാഞ്ചാലിക്ക് പോയത്. ടിസൺ ബ്രദർ, ക്യാൻ യു ഹിയർ മീ? ഞാൻ വന്നു. നമസ്കാരം. ഞാൻ ഓക്കെ ഓക്കെ. വന്നു. ടിസൺ ബ്രദറെ, ഇത് ടിസൺ ബ്രദറുടെ ഐഡിയിലെ ബ്ലോക്ക് കൂടുതലുണ്ടോ? അറിയാൻ പറ്റുമോ? ഇത് ആരെയും ബ്ലോക്ക് ചെയ്യാത്ത ഐഡിയ ഇത്. ഓക്കെ ഓക്കെ ഇത് ഓക്കെ പുതിയ ഓക്കെ. ഐഡിയ. എന്റെ അറിവിലില്ല. ഞാൻ നോക്കാം വേണമെങ്കിൽ. ഒന്ന് നോക്കൂ. ചില ചില പ്രേക്ഷകർ അങ്ങനെ ഒരു പരാതിയല്ല, ഒരു 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 ആകാംക്ഷ ഉന്നയിച്ചു. ബ്ലോക്ക്ഡ് യൂസർ. അത് തന്നെയല്ല ടെസ്റ്റിൻ ചേട്ടാ, ഇവിടുന്ന് ഈ റൂമിൽ നിന്ന് ആരെയും റിമൂവ് അടിക്കാൻ പാടില്ല. അങ്ങനെ ഒരു നിയമമുണ്ട് ഈ റൂമിൽ. എന്നെ ആരും മോഡാക്കരുത്. ഞാൻ മോഡാകുന്നില്ല. മോഡാകാതെ ഇരുന്നോളാം. എന്നെ നിങ്ങൾ മോഡ് ഓക്കെ ഓക്കെ. അല്ല നമ്മുടെ ഓണർ ചെയ്യട്ടെ, ഓണർ ചെയ്യട്ടെ. ജിബീഷ് ഒറ്റ മിനിറ്റ്. ജിബീഷ് പ്ലീസ് പ്ലീസ്. ഓക്കെ, താഴെ ഇറങ്ങിയിട്ട് കയറിക്കോളൂ. ആ, സിമ്പിൾ, അത്രേ ഉള്ളൂ. പ്രശ്നങ്ങളൊന്നും ഇല്ല. വെൽക്കം ടിസൺ. ഓക്കെ ഓക്കെ, ഫൈൻ. താങ്ക് യു ടിസൺ. അത് നമുക്ക് കൂടുതൽ ദീർഘിപ്പിക്കാതെ പരിപാടിയിലേക്ക്. എനിക്കൊരു 5 മിനിറ്റ് സമയം തരണം. ഞാൻ ഒരു കടയിൽ ഒരു സാധനം വാങ്ങാനായിട്ട്. അത് കുഴപ്പമില്ല. ഇപ്പം റേഞ്ച് ചിലപ്പം ഇച്ചിരി കടയ്ക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ റേഞ്ച് പോകും. അപ്പൊ ഞാനൊന്ന് കുഴപ്പമില്ല. ഡിസ്റ്റൻസ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വന്നാൽ മതി. കുഴപ്പമില്ല. ഇവിടെ അല്ല അവിടെ ഇൻസെന്റ് നമ്മുടെ അപ്പുറത്തെ ഗ്രൂപ്പ് ഒന്ന് ക്ലോസ് ചെയ്തോ, അല്ലെങ്കിൽ പിന്നെ അത് ശരിയില്ല. അല്ല അത് കുഴപ്പമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ അമേരിക്കയില് 5G നെറ്റ്വർക്ക് ഒന്നും ഇല്ല. എനിക്കറിയുന്നില്ല. കടയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ ജിബേഷ് അനാവശ്യമായിട്ടുള്ള ടോക്ക് ജിബേഷ് വേണ്ട. അതൊന്നും കുഴപ്പമില്ല. നമ്മുടെ ബ്രദറിലെ ഞാനല്ലേ ഇപ്പൊ വിളിച്ചോണ്ട് ഇപ്പൊ ഇവിടെ അല്ല, കൂട്ടിക്കൊണ്ട് അതുകൊണ്ടല്ല സഹോദര. അപ്പുറത്തെ റൂം ഞാൻ എൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആരോ മോഡറേറ്റർ ആക്കി സംസാരിക്കുന്നതിന് പോയപ്പോ ഞാൻ എൻഡ് ലിമിറ്റേഷൻ ഉണ്ട്. ചെയ്തിട്ടുണ്ട്. അതെ, ടിസൻജി സൂപ്പർ ടിസൻജായ മാർക്കറ്റിലൊക്കെ ആളുകൾ വരുന്നതിന് ഇങ്ങനെ മുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമ്മളിങ്ങനെ ക്ലബ് ഹൗസിൽ സംസാരിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പ്രാരംഭമായിട്ട് ആരെങ്കിലും ടിസൺ ഞങ്ങൾ സ്വാഗതം പറഞ്ഞു തുടങ്ങിയല്ലോ. കാരണം ടിസൻജായ ഇപ്പൊ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വരുമല്ലോ. അതെ, നമുക്ക് ആശംസകൾ പറയാം, പിന്നീട് സ്വാഗതത്തിലേക്ക് കിടക്കാം. ആശംസകൾ പറഞ്ഞോട്ടെ. നമ്മുടെ മറ്റേ ഗ്രൂപ്പ് ഇപ്പൊ എന്ത് ചെയ്യും? അതിന് എല്ലാവരും എത്തും. അല്ലാതെ എൻഡ് ചെയ്തായിരുന്നു, റൂം എൻഡ് ചെയ്തായിരുന്നു. ആരോ മോഡറേറ്റർ ആക്കിയപ്പോ ഞാൻ എൻഡ് ചെയ്തായിരുന്നു. എന്ത് ചെയ്തുകൊണ്ട് പോവാ. ഇന്ന് ടിസൺ ഇൻസൈൻ പോയിട്ടുണ്ട്. എനിക്ക് ഇൻസൈൻ എൻഡ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് അധികം പരിചയമില്ലാത്തൊരു വ്യക്തിയാണ് നമ്മുടെ ടിസൺ സാറ്. അദ്ദേഹം ഒരു ബ്രദർ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ക്രിസ്ത്യൻ ഈ ബിലീഫ് ആണോ? ഞാൻ അദ്ദേഹത്തിന് അധികം പരിചയമില്ലാത്തത് കൊണ്ടാണ്. എന്റെ പരിചയമില്ലാത്ത നീ എന്തിനാ നീ ഗർവപ്പെടുന്ന നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? ഇവിടെ പരിചയമുള്ളവരുണ്ടല്ലോ. എന്താ വീസ എങ്ങനെ കയറി കളിക്കുന്നത്? വർത്താനം പറയാം. എന്താ അങ്ങനല്ല, അതുകൊണ്ടല്ല, കേൾക്കാനൊരു ഒരു ശരിയുള്ള കാര്യമല്ലോ. ഈ ക്ലബ് ഹൗസിൽ ടിസൺ ബ്രദറിനെ അറിയാത്തവരാരാള്? നീ ഞാൻ അതായിട്ട് മാറ്റി കേട്ടോ, VS അതായിട്ട് മാറ്റിയത്. അവന് ടിസൺ സാറിനെ അറിയാത്തവനാണെങ്കിൽ പാനലിരിക്കാൻ പോലും ഒരു യോഗ്യതയില്ല. എനിക്കൊരു കാര്യം പറയണ്ടേ, ഈ മോഡറേറ്റേഴ്സിന്റെ അവകാശങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ട്. ഇടയിലൊക്കെ ആരെയും വർത്താനം പറഞ്ഞാൽ നിങ്ങളോട് താഴ്ത്തിട്ടോ, എന്നിട്ട് ചാറ്റിൽ എഴുതിയാൽ മതി ഞാനാ താഴ്ത്തിട്ടെന്ന്. ഈ മോഡറേറ്റേഴ്സിന്റെ ഒരു അവകാശം ഇവിടെ എടുക്കുന്നില്ല. നിങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. മോഡറേറ്റേഴ്സ് ആരെങ്കിലൊക്കെ ഇടപെട്ട പിടിച്ച് താഴ്ത്തിട്ടുണ്ട്. ഒന്നും പെടുന്നിട്ട് എഴുതണം, കാരണം മനസ്സിലാവാൻ ആരാ താഴ്ത്തിട്ട്. എല്ലാ മോഡറേറ്റേഴ്സിനെ എടുത്തും പോകാൻ അറിയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നീ അങ്ങനെ പറയാതെ എൽജ അടക്കം ഇതൊക്കെ വെറുതെ ഇരിക്കുക മോഡായിട്ട്. ആരും താഴ്ത്തിട്ടില്ല. ഇവരൊക്കെ LJ സുഡാപ്പിയാന്നേ. LJ മോഡറേറ്റർ ആയിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. LJ സുഡാപ്പിയ വെറുതെ ഇരിക്കുക മോഡുകൾ. ആരും താഴ്ത്തിട്ടില്ല. ഇന്നത്തെ റൂമിൽ എല്ലാവരും ആക്റ്റീവ് ആയിരിക്കും. നോക്കിയോ, നമുക്ക് തന്നെ തോന്നുന്നല്ലോ ഈ വൃത്തിയിട്ടാ ഇങ്ങനെ ഇടപെട്ട് വെറുപ്പിക്കുന്നുണ്ട്. നമ്മുടെ താഴ്ത്തിടുക. നമുക്ക് തോന്നുമ്പോൾ അത് താഴ്ത്തിട്ടാ മതി. മീൻസ് നമുക്കൊരു ഐഡിയ കിട്ടല്ലോ. നമുക്ക് രസമായിട്ടൊക്കെ ഇടപെടുമ്പോൾ രസമുണ്ട്.
ചിലപ്പോ ഇടപെടുമ്പോഴേക്കൊന്നും ഉഷാറാവുക. അതെ ചില എന്റെ നമുക്ക് അത് ഇപ്പൊ ഈ വീസ് ഇടപെട്ട കണ്ടില്ല, വീസ് ഇടപെട്ട കണ്ടില്ല, എന്തൊരു ബോറായിരുന്നു. അതെ അതല്ല, ഈ റൂം ആക്റ്റീവായിട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ റൂമിൽ ആൾക്കാർ വരുന്നുണ്ട്, ഈ റൂം ആക്റ്റീവായിട്ട് കൊണ്ടുപോകണം. എന്നാലേ ടിസൻ നമുക്ക് പേജിലാണ്. സ്വാഗതത്തിലോട്ട് കടക്കാം. അലമ്പ് വർത്തമാനം നിർത്തിയിട്ട് നമുക്ക് സ്വാഗതത്തിലോട്ട് കടക്കാം. എന്നിട്ട് പ്രാരംഭഘട്ടമായിട്ട് സ്വാഗതം പറഞ്ഞ് ആരാന്ന് വെച്ചാൽ നമുക്ക് തുടങ്ങാം. ടിസൻജായ ഇപ്പൊ വരും, നമുക്ക് എന്നാ കാര്യത്തിലോട്ട് കടക്കാം. ഇപ്പൊ ആരും പറയുന്നില്ല, ഞാൻ തന്നെ ആദ്യമായിട്ട് അങ്ങ് പറയാം. എന്തോ അല്ല, നമുക്ക് സ്വാഗതത്തിന് മുമ്പായിട്ട് ആശംസകൾ പറയാം. ഈ പ്രോഗ്രാമിനെ കുറിച്ച് ടിസൻ സാറിന് ആശംസകൾ പറയുന്ന ഒരു സന്ദർഭം ഓക്കെ, പറയാം. എന്നാ ആശംസ. ഞാൻ പേര് മാറിപ്പോയി. ആശംസ ഞാൻ ആദ്യമായിട്ട് തന്നെ പറയാം. കാരണം ടിസൻജായനെ എനിക്ക് ഏകദേശം ഒരു വർഷത്തോളമായിട്ട് പരിചയമുണ്ട്. സ്വന്തം ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ് അദ്ദേഹം ഇവിടെ മുറി വരുന്നത്. കൊച്ചു വർത്താനങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ല. അദ്ദേഹം ഒരു സ്വന്തം ആശയത്തിൽ ഉറച്ചു നിൽക്കുകയും അതിനു വേണ്ടിയിട്ട് എത്ര പേര് എതിരെ വന്നു കഴിഞ്ഞാലും സ്വന്തം കൂട്ടത്തിൽ നിന്ന ആളുകൾ പുറകിൽ നിന്ന് കുത്തുന്നത് ഞാൻ താഴെ ഇരുന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും സ്വന്തം ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് അജഗജാന്തം പരിശ്രമിക്കുകയും ക്ലബ് ഹൗസ് തുടങ്ങിയ ദിവസം മുതലേ അതിനു വേണ്ടിയിട്ട് റൂം ഇടുകയും സ്വന്തം ശബ്ദം ഉയർത്തുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ കാണാറുണ്ട്. എന്തായാലും ഈ ക്ഷണം സ്വീകരിച്ച് അജൻജിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ടിസൻജായന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ബാക്കിയുള്ളവർ നേർന്നോ? ഞാൻ എന്തായാലും സ്വാഗതം, ഞാൻ സ്വാഗതത്തിലേക്ക് വെച്ചിരിക്കുകയാണ്. സ്വാഗതം ചെയ്യണമെന്നുള്ളതാണ്. ക്ലബ് ഹൗസിലെ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മുന്നണി പോരാളിയായ ടിസൻ സാറിന് എല്ലാവിധ ആശംസകളും. മാതാവിന്റെ അനുഗ്രഹത്തോടുകൂടി അദ്ദേഹത്തിന്റെ പരിപാടി ഗംഭീരമാവട്ടെ. അതുപോലെ പാനലിലുള്ളവർക്കും താഴെ കേട്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും മാതാവിന്റെ മധ്യസ്ഥതയിലൂടെ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു. പിന്നെ ഒരു കാര്യമേ, നമ്മളെല്ലാവരും ഒരുപാടിപ്പെട്ട എല്ലാവരും ടിസനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചോളൂ. സാധാരണ നമ്മൾ റൂമിൽ വരുന്നവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളല്ല, ടിസനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് അത്യാവശ്യം ഒരു ഐഡിയ ഉണ്ടാവട്ടെ. ട്രോള് പോലെ പോകല്ലേ, അത് പുള്ളിക്ക് പറയാനുള്ള അവസരം കൊടുക്കുക. നിങ്ങൾ ട്രോളുമാണ്, ആ ട്രോള് ജിബേഷ് ഒന്ന് അടക്കം. ജിബേഷ് ജിബേഷേ ടിസൺ എത്തിയോ? ഞാനൊന്ന് മറ്റേ സൂപ്പർ ടിസൺ എത്തിയോ? ഓക്കെ ഓക്കെ, വെൽക്കം ടിസൺ. അപ്പൊ ആർക്കായാലും ആശംസകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ സ്വാഗതം ചെയ്തോളാം. ഓക്കെ, എന്തായാലും കാത്തോലിക്ക സഭയുടെ ക്ലബ് ഹൗസിന്റെ ഇത് കൃത്യമായിട്ട് സ്വന്തം ആശയങ്ങൾ പറയാൻ ആരോടും ഒരു മുഖദാക്ഷിണ്യം നോക്കാതെ അത് കൃത്യമായിട്ട് പറയുകയും അത് ശക്തത്തിലും ഉച്ചമായിട്ടും കടുകിട നിലപാടിൽ വ്യത്യാസം വരുത്താതെ ഈ ക്ലബ് ഹൗസിൽ ആരെങ്കിലും നിലപാടിന്റെ രാജകുമാരൻ എന്ന് വിളിക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ടിസനാണ്. ആശയങ്ങളുടെ തെറ്റുശരികളൊക്കെ നിങ്ങളുടെ സന്ദർഭം പോലെ നിങ്ങൾ എടുത്തോളൂ. പക്ഷെ സ്വന്തം ആശയത്തെ ഇത്രയും ശക്തമായിട്ട് പ്രതിരോധിക്കുന്ന ഒരു വ്യക്തി ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ആശയ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് തന്നെ തീർച്ചയായിട്ടും ആ ശക്തമായിട്ടുള്ള നിലപാടുകളുടെ പേരിൽ തന്നെയാണ് പലപ്പോഴും ഞാൻ വ്യക്തിപരമായിട്ട് ടിസനുമായിട്ട് ഉറക്കാറുണ്ടെങ്കിലും ടിസൻ എന്നെ റിമൂവ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കത് പരാതിയില്ല. കാരണം ടിസന്റെ ആശയത്തിന് മറ്റ് റിലേഷൻസ് ഒന്നും തന്നെ വിലയില്ല എന്ന ആ ടിസന്റെ ശക്തമായ നിലപാട്, അതാണ് എനിക്ക് ടിസനോടുള്ള താല്പര്യം. തീർച്ചയായിട്ടും ഈ ഇവിടെ പലരും എനിക്ക് പറയാനുണ്ട്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പറയാനായിട്ട് ഇവിടെ റൂം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഏറ്റവും കൂടുതൽ എന്തായാലും വിപ്ലവം ഉണ്ടാകാൻ പോകുന്നതായിരിക്കട്ടെ ടിസന്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൃത്യമായിട്ട് ടിസന്റെ ആശയങ്ങളും എങ്ങനെയാണ് ഈ ആശയത്തിൽ എത്തിപ്പെട്ടതും അത് ക്ലബ് ഹൗസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും ടിസന്റെ ക്ലബ് ഹൗസ് ജീവിതങ്ങളും പറ്റാവുന്ന, കാരണം താങ്കൾ എല്ലാ മേഖലയിലും ഉള്ളതുകൊണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും മറ്റ് പരസ്യ സുവിശേഷ രംഗത്തൊക്കെ ഉള്ളതുകൊണ്ട് താങ്കൾക്ക് പറയാവുന്ന കാര്യങ്ങളൊക്കെ പറയുകയും ആ പറഞ്ഞ കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഇവിടെ താഴെ കെട്ടിരിക്കുന്ന മുകളിലിരിക്കുന്ന എല്ലാവർക്കും ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങളെ ക്ഷമാപൂർവമായിട്ട് ചോദ്യം ചോദിക്കുന്നതിന് കൃത്യമായിട്ട് ആ ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് വെക്കാതെ വളരെ ചെറിയ ചെറിയ ചോദ്യങ്ങളാക്കിക്കൊണ്ട് ചോദ്യം ചോദിക്കുകയും അത് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ടിസനെ കൃത്യമായിട്ട് ക്ലബ് ഹൗസിന്റെ തീപ്പൊരിയായിട്ടുള്ള തീപന്തമായിട്ടുള്ള എല്ലാവർക്കും മാർഗദർശകയായിട്ടുള്ള ടിസനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ പ്രഭാഷണത്തിനായി. വെൽക്കം ടിസൺ, വെൽക്കം വിത്ത്. എല്ലാവരും ഒന്ന് ക്ലാപ്സ് അടിച്ചേ. ഓക്കെ, താങ്ക് യു. എനിക്ക് പറയാവോ?
പറയൂ ടീസൺ, പറയൂ പ്ലീസ്. ഇനിവേ നമ്മുടെ ഇക്കാക്ക കേൾക്കാം. പറഞ്ഞതുപോലെ ഒന്നും അത്രയൊന്നും ഇല്ല. ഞാനൊരു സാധാരണക്കാരനാണ്. ഓക്കെ, എനിക്കൊരു നമുക്ക് നമ്മുടെ ഒരു ക്വാളിറ്റിയാണ് ഒരു സത്യസന്ധത. അതെല്ലാം സത്യസന്ധതയുള്ള ഏതൊരു മനുഷ്യൻ, ഒരു നിരീശ്വരവാദി ആണെങ്കിലും അല്ലെങ്കിൽ ഏത് മതക്കാരനാണെങ്കിലും അവൻ വിശ്വസിക്കുന്നതിനോട് അവനൊരു സത്യസന്ധത കാണിക്കണം. അത് ഞാൻ കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ പറഞ്ഞ മാത്രം അത്ര വലിയ ആളൊന്നുമല്ല. വളരെ നിങ്ങളെപ്പോലെ, ചിലപ്പോൾ നിങ്ങളെക്കാളും പല കാര്യങ്ങളിൽ നിങ്ങളെക്കാളും താഴെ ഉള്ള ഒരാൾ. ചില കാര്യങ്ങളിൽ ശരിയാണ്. കാരണം ഞാൻ എൻ്റെ ഒരു 2 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഞാൻ ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഒരു കത്തോലിക്ക വിശ്വാസിയായിട്ട് ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. 10ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോഴത്തേനും എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുകയും, ഇനി ദൈവം ഉണ്ടെങ്കിൽ തന്നെ സൃഷ്ടപ്രപഞ്ചത്തിന് മുഴുവൻ സൃഷ്ടിച്ച ഒരു ശക്തി അല്ലെങ്കിൽ ഒരു കാരണം ഉണ്ടെങ്കിൽ തന്നെ ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ ബില്യൺ കണക്കിന് വർഷം കാലഗണനയും ബില്യൺ കണക്കിന് വിസിബിൾ പ്രപഞ്ചവുമുള്ള, പ്രകാശവർഷം വിസിബിൾ പ്രപഞ്ചമുള്ള ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പറയുന്ന ഒരു ശക്തി കേവലം 70, 80, 100, മാക്സിമം 120 വർഷം ജീവിക്കുന്ന എന്നെ മൈൻഡ് ചെയ്യുക എന്നത് എന്നെ സംബന്ധിച്ചുള്ള യുക്തിയിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പം നമ്മൾ ഈ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു കുഞ്ഞൻ ഉറുമ്പിനെ, ഒരു ജോനാൻ ഉറുമ്പിനെ നമ്മൾ കാണാറുണ്ട്. അപ്പം നമ്മളും ഒരു റോഡും തമ്മിൽ അങ്ങനെയാണെങ്കിൽ ഈ സൃഷ്ടപ്രപഞ്ചത്തിലെ കേവലം ഒരു മണൽത്തരിയാണ്, ഒരു ജോനാൻ ഉറുമ്പാണ് ഭൂമി എന്ന് പറയുന്നത്. ഭൂമിയിലെ കേവലം ഒരു മണൽത്തരിയാണ് ഞാൻ എന്ന മനുഷ്യൻ. അപ്പൊ ഈ 22 ബില്യൺ വിസിബിൾ പ്രകാശവർഷം വലുപ്പമുള്ള പ്രപഞ്ചവും അൺവിസിബിൾ എത്രയുണ്ടെന്ന് അറിയത്തില്ലാത്ത ഒന്നിനെ സൃഷ്ടിച്ചു എന്ന് മതങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ മതം അവകാശപ്പെടുന്ന ആ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ പരിഗണിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് മനസ്സിലും ചെറിയ ഒച്ചത്തിലും പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവം അത് കേൾക്കുന്നുണ്ട്. ന്യായമായ കാര്യങ്ങൾക്ക്, എല്ലാ കാര്യങ്ങൾക്കും ആരും അവകാശപ്പെടുന്നില്ല, ന്യായമായ കാര്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുക എനിക്ക് യുക്തിപരമായി സാധ്യമായിരുന്നൊരു കാര്യമല്ല. കൂടുതലും അങ്ങനെ അല്ല എന്ന് വിശ്വസിക്കുന്നതാണ്. അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം അതുകൊണ്ടാണ് എസൻസ് ഗ്ലോബലിനെയും കേരളത്തിലെ സകല യുക്തിവാദികളെയും ആധുനിക സയൻസിൻ്റെ, ഭൗതിക ശാസ്ത്രത്തിൻ്റെ നിലവിലുള്ള വ്യക്തമായ കണ്ടെത്തലുകളുടെ വെളിച്ചത്തിൽ ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനർ അല്ലെങ്കിൽ ഒരു റീസൺ ഉണ്ട് എന്നുള്ളതിൽ ഞാൻ ചലഞ്ച് ചെയ്തു. ഇന്ന് വരെ എൻ്റെ വെല്ലുവിളി എസൻസിൻ്റെയോ അല്ലെങ്കിൽ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ അത് അപ്ലോഡ് ചെയ്തു, ഒരാളും എൻ്റെ വെല്ലുവിളി സ്വീകരിച്ചിട്ടില്ല. ഭാവിയിൽ ആരെങ്കിലും വെല്ലുവിളി സ്വീകരിച്ച് വരുവാണെങ്കിൽ നമുക്ക് വളരെ ശക്തമായ സയൻസിൻ്റെ തെളിവുകൾ വെച്ച്, ആധുനിക സയൻസിൻ്റെ സയൻറ്റിഫിക് തെളിവുകൾ വെച്ച് ഒരു ഇൻ്റലിജൻറ്റ് ഡിസൈനർ ഉണ്ടാകാനാണ് സാധ്യത എന്നുള്ളത്, പ്രോബബിലിറ്റി കൂടുതൽ എന്നുള്ളത് ഞാൻ തെളിയിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഇതുവരെ വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല എന്ന് വരുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. എല്ലാ പവർ പോയിന്റ് പ്രസൻറ്റേഷനും എല്ലാം റെഡിയാക്കി. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഈ പറയുന്ന ശക്തി എന്നെ, മതങ്ങൾ പറയുന്നത് അതിലും കടന്നിട്ടാണ്. ഇപ്പം കത്തോലിക്ക സഭ അല്ലെ ക്രിസ്തുമതം പറയുന്നത് നിന്റെ അപ്പയനെയും അമ്മയെക്കാളും അതിനെ സ്നേഹിക്കുന്ന ഒരു ദൈവം, അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞ ഒരു ദൈവം. ആ ശക്തി, ഇങ്ങനെയുള്ള ഒരു ദൈവം ഈ ബൈബിൾ മുന്നോട്ട് വെക്കുന്ന തരത്തിലുള്ള ഒരു ദൈവമാണോ എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യനാണ്. യുക്തിഭദ്രമായി അങ്ങനെ അല്ല, ആകാൻ ആ സാധ്യത ഇല്ല എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. പക്ഷേ എൻ്റെ അപ്പനും എൻ്റെ വല്യപ്പനും എൻ്റെ കുടുംബക്കാരും എൻ്റെ സഭയിലുള്ള ആളുകളും എല്ലാം എന്നോട് ജനിച്ച് വീഴുമ്പോൾ തൊട്ടേ ശരിയാണ് 10ാം ക്ലാസ് വരെ വേദപാഠം വരെ പഠിപ്പിച്ചു. അപ്പോൾ ഇത് ശരിയാണ് എന്ന് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പള്ളിയിൽ പോകാതിരിക്കുമ്പോൾ 10ാം ക്ലാസ്സിലൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നു. 6ാം ക്ലാസ് അപ്പം ലാസ്റ്റ് ഒരു സ്റ്റേജ് ഡിഗ്രിയൊക്കെ എത്തിയപ്പോഴത്തേനും ഞാൻ ഫാദറിനെ ചലഞ്ച് ചെയ്തു. എനിക്ക് വിശ്വാസമില്ല, ഞാൻ പോകുന്നില്ല. ഫാദർ ആ സമയത്ത് പോലും, ഫാദർ മരിച്ചുപോയി എങ്കിലും പറയുന്നത് ശരിയല്ല, ഒരു ഘട്ടം വരെ നല്ല ആറ്റുവണ്ടിയൊക്കെ വെച്ച് അടിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ വടി പൊട്ടിപ്പോകുന്നതല്ലാതെ ഞാൻ പോകത്തില്ല. കാരണം എനിക്ക് വിശ്വാസമില്ല, ഫാദറിന് മനസ്സിലായി. പക്ഷെ എന്തോ കാരണത്താൽ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണെന്നൊക്കെ ഞാൻ ഇപ്പം വിശ്വസിക്കുന്നു. പിന്നീട് എനിക്ക് ഒരു ബോധ്യം വന്നു, എന്തായാലും ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം എൻ്റെ അയലോക്കത്തുള്ള അല്ലെങ്കിൽ ആ കാണുന്ന രാമൻ ചേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് എന്നോട് നാട്ടുകാർ പറഞ്ഞാലും കാര്യമില്ല. അത് രാമൻ ചേട്ടനുമായി ഞാൻ ഇന്ററാക്ട് ചെയ്യുമ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകും. അപ്പോഴാണ് അത് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പോൾ ബൈബിളിൻ്റെ കാര്യത്തിൽ എക്സ്പെരിമെന്റ് ചെയ്യുക
ദൈവത്തെ കാണാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആദ്യം ഞാൻ തീരുമാനിച്ചു. ഗ്രന്ഥങ്ങളിലൂടെ അറിയാം. ഈ മതഗ്രന്ഥങ്ങളെല്ലാം, ഹിന്ദു മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും എല്ലാ മതങ്ങളും പറയുന്നത് ഞങ്ങൾ ദൈവത്തെ കാണിച്ചു തരാം, ഗോഡ് എക്സ്പീരിയൻസ് തരാമെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ആ കാലഘട്ടങ്ങളിലൊക്കെ ഹിന്ദു മതത്തിന്റെ അദ്വൈതവും നിരവധി പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. ബൃഹദാരണ്യ ഉപനിഷത്ത് തൊട്ട് വലിയ ഡീപ്പായ പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു. അപ്പം ഇസ്ലാം മതത്തിന്റെ എന്തോ എനിക്ക് അങ്ങനെ ഞാൻ വായിച്ചിട്ടില്ല. പിന്നീടാണ് ഈ അടുത്ത കാലത്താണ് ഈ ജബ്ബാർ മാഷിനെയൊക്കെ കേൾക്കാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെയൊക്കെ പോയി നീണ്ടു പോവുകയാണ്. നിങ്ങൾ മോഡറേറ്റർമാരൊന്ന് ഇടപെടണം കേട്ടോ. ഞാനത് നീണ്ടു പോവുകയാണ്. ഞാൻ പരമാവധി ചുരുക്കിയ പറയുന്നത്. ഞാൻ തീരുമാനിച്ചു ബൈബിളിൽ ഒരു എക്സ്പെരിമെന്റ് നടത്താം. അപ്പം ഞാൻ ബൈബിൾ പറയുന്ന ദൈവം ഇതാണ്: നിന്റെ അപ്പനെ അമ്മയെക്കാൾ അധികം സ്നേഹിക്കുന്ന, മക്കൾ അപ്പൻ ചോദിച്ചാൽ തെളിവിനെ കൊടുക്കുമോ അതിനേക്കാൾ അധികം എത്രയോ നന്മകൾ തരുന്ന ഒരു ദൈവമാണ്, പിതാവായ ദൈവമാണ് നിങ്ങൾക്കുള്ളതെന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ ഇതൊന്ന് എക്സ്പെരിമെന്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഞാൻ അതിന് ബൈബിൾ എടുത്ത് വായിക്കും. ഇങ്ങനെയാണ് ബൈബിൾ അനുസരിച്ച്. അന്നേരം അതോട് ഞാനൊരു അഗ്നോസ്റ്റിക്കായി മാറിയിരുന്നു. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ സൃഷ്ടപ്രപഞ്ചം ഈ 22 ബില്യൺ പ്രകാശവർഷം വലുപ്പമുള്ള വിസിബിൾ പ്രപഞ്ചവും അൺവിസിബിൾ 22 ലക്ഷം പ്രകാശവർഷമാണോ എന്നറിയില്ല, സൃഷ്ടിച്ചൊരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തിയെ എൻ്റെ സ്പേസ് ആൻഡ് ടൈമിനുള്ളിൽ നിൽക്കുന്ന ബുദ്ധി കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. പിന്നെ ഒരേ ഒരു വഴി, എൻ്റെ ബുദ്ധിയുടെ പരിമിതിക്കുള്ളിലേക്ക് ആ ശക്തി ഇറങ്ങി വന്ന് എന്നോട് സംസാരിക്കണം. ഇപ്പോൾ ഒരു തമിഴ് മാത്രം അറിയാവുന്ന ഒരു തമിഴ്നാട്ടുകാരനോട് ഞാൻ പോയി ഇംഗ്ലീഷ് സംസാരിച്ചാൽ അവന് മനസ്സിലാവില്ല. അവൻ എന്തെങ്കിലും മനസ്സിലാകണമെങ്കിൽ ഞാൻ തമിഴ് പഠിച്ച് തമിഴിൽ അവനോട് പറയണം. ഒരു 5ാം ക്ലാസ് കണക്ക് പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് MSc മാത്സിൻ്റെ ഒരു ഇക്വേഷൻ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും. അതെന്ത് ചെയ്യണം? ആ ഇക്വേഷനെ ചുരുക്കി 5 വയസ്സുള്ള വിദ്യാർത്ഥിക്ക് മനസ്സിലാകുന്ന പരിമിതിയിലേക്ക് ഇറക്കിക്കൊണ്ട് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവന് മനസ്സിലാവും. കാരണം ആ കൊച്ചിൻ്റെ ബുദ്ധിയും ഇൻ്റലക്ച്വൽ തലവുമൊക്കെ അത്രേ ഉള്ളൂ. അപ്പൊ ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചുവെന്ന് അവകാശപ്പെടുന്ന ഗോഡ് എന്ന് പറയുന്ന മതദൈവം എന്താണ്, ഹു ആം ഐ എന്ന ചോദ്യത്തിന് ഉത്തരം ആ ഗോഡ് തന്നെ എൻ്റെ പരിമിതിക്കുള്ളിലേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അങ്ങനെ പറഞ്ഞു വന്ന് അവകാശപ്പെടുന്നതാണ് മതങ്ങൾ. അത് ഇസ്ലാം മതമാണെങ്കിലും ക്രിസ്തു മതമാണെങ്കിലും ഇനി ഡയറക്റ്റ് അങ്ങനെ അല്ലെങ്കിലും ഹിന്ദു മതം, എല്ലാ മതങ്ങളും അവകാശപ്പെടുന്നത് അങ്ങനെയാണ്. ഗോഡ് ഞങ്ങൾ കണ്ടുമുട്ടി, ഗോഡ് പറഞ്ഞാണെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ തീരുമാനിച്ചു ആദ്യം എൻ്റെ മതത്തിൽ തന്നെ പരീക്ഷണം. ഞാൻ ജനിച്ചു വീണ ക്രിസ്ത്യാനി, അതെൻ്റെ ഭാഗ്യം. പരീക്ഷണം അറിയാം. അപ്പം ബൈബിൾ എടുത്തു. എൻ്റെ മതം എന്താണ് പറയുന്നത്, ദൈവത്തെ കണ്ടുമുട്ടാൻ എന്ത് ചെയ്യണം. അങ്ങനെ ഞാൻ വായിച്ചപ്പോൾ ബൈബിൾ പറഞ്ഞിരിക്കുന്നു, കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല, എൻ്റെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നവനാണ്. ഫിലിപ്പോസ് ആദ്യം എന്നെ സ്വാധീനിച്ച വചനമാണ്, പിതാവിനെ കാണിച്ചു തരണമേ എന്ന് ഫിലിപ്പോസ് യേശുക്രിസ്തുവിനോട് വിശുദ്ധ ബൈബിൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തു പറയുന്ന വചനമാണ്, ഫിലിപ്പോസെ എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. അപ്പൊ യേശുവിനെ കാണേണ്ടത് എങ്ങനെയാണ്, യേശുവിനെ കാണേണ്ടത് എങ്ങനെയാണെന്ന് ബൈബിൾ അനേക സ്ഥലങ്ങളിൽ നിരവധി വചനങ്ങളിലൂടെ പറയുന്നുണ്ട്. അപ്പൊ എൻ്റെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥത്തെ ആ കാലഘട്ടങ്ങളിൽ ഒരു വിശുദ്ധ ഗ്രന്ഥം ആയിട്ടല്ല ഞാൻ കണ്ടിരുന്നത്, ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് സഹായിക്കുന്ന ഒരു ഗ്രന്ഥം, അത്രേ ഉള്ളൂ. സമൂഹത്തെ മോഡറേറ്റ് ചെയ്യാനായിട്ടും ധാർമ്മികതയിൽ നയിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥം. അത് ഭൗതികത അങ്ങനെയാണ്, ഖുറാൻ അങ്ങനെയാണ്, അനേകം ഗ്രന്ഥങ്ങളുണ്ട്, അതിലൊരു ഗ്രന്ഥം ആ രീതിയിൽ. അപ്പം അങ്ങനെ ഞാനത് പലതവണ പറഞ്ഞുകൊണ്ട് നടക്കുന്ന സമയത്ത്, ഞാനൊരു പരിസ്ഥിതി പ്രവർത്തകനും ഒക്കെ ആയിരുന്നു. ഒരു ഗ്രൂപ്പിൽ വെച്ച് അവർ എന്നോട് ചോദിച്ചു, നിനക്ക് ബൈബിളിനെ ചവിട്ടാൻ ധൈര്യമുണ്ട്? ഞാൻ ബൈബിൾ അവർ നിലത്തേക്ക് ഇട്ടു, ഞാൻ കാലെടുത്തെടുത്ത് ചവിട്ടാൻ തുടങ്ങി. ചവിട്ടിയാനെ 100%. പക്ഷെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ചില ആളുകൾക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടോ എന്തോ കാരണത്തിൽ എന്നെ അവർ ചവിട്ടിച്ചില്ല. നല്ല കാര്യം. ആ ഒരു മാനസിക അവസ്ഥയിലായിരുന്നു അന്നത്തെ കാലഘട്ടങ്ങളിൽ. പക്ഷെ ഇന്ന് ബൈബിളിന് വേണ്ടി എൻ്റെ ജീവൻ കളയാൻ ഞാൻ തയ്യാറാണ്, അല്ലെങ്കിൽ സുവിശേഷത്തിന് വേണ്ടി, ബൈബിളല്ല സുവിശേഷത്തിന് വേണ്ടി. അപ്പം ആ അവസ്ഥയിൽ അപ്പം ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യാൻ തീരുമാനം. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ പള്ളിയിൽ ശരിക്കും എക്സാക്റ്റ് ഇതേപോലെ സംഭവിച്ചതാണ്. ഞാൻ ഇതുകൊണ്ട് അവസാനിപ്പിക്കാം. എൻ്റെ പള്ളിയുടെ മുന്നിൽ സക്രാരി എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ക്രിസ്ത്യൻ കാത്തലിക് പള്ളിയിലൊക്കെ ഒരു സക്രാരി ഉണ്ട്, വിസൂറാനൊക്കെ എഴുതിയിരിക്കുന്ന ഒരു അൾത്താര മുന്നിൽ പോയി ആരുമില്ല എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നൊന്നും ആരും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ആരും ഇല്ലാത്ത സമയം നോക്കിപ്പോയി കൈയും പിരിച്ചെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ദൈവസ്നേഹ പ്രവേശിക എന്ന എൻ്റെ ഒരു പുസ്തകമുണ്ട്, അതിനകത്ത് ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. ഞാൻ എൻ്റെ പേരൊന്നും എഴുതിയിട്ടില്ല, പക്ഷേ എൻ്റെ യാത്രയുടെ ഇൻ്റലക്ച്വൽ തലം അതിനകത്തുണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ നീ സത്യമാണെങ്കിൽ നീ എനിക്ക് വെളിപ്പെടുന്നു. എൻ്റെ ബുദ്ധി കൊണ്ട് സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇനി നീ ഉണ്ടെങ്കിൽ തന്നെ
എന്നെ പെർട്ടിക്കുലറായി സ്നേഹിക്കാത്ത ഒന്നാണ് നീ എങ്കിൽ ഈ മതങ്ങൾ പറയുന്ന പോലെ നിന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, നിന്നെ സ്തുതിക്കേണ്ട ആവശ്യമില്ല, നിന്നെ പരിഗണിക്കേണ്ട ആവശ്യമില്ല. കാരണം നീ വലിയ ഇപ്പോൾ ഒരു ആന വഴി കൂടെ നടന്നു പോകുമ്പോൾ റൂട്ടിൽ കൂടെ നടന്നു പോകുന്ന ഒരു ഉറുമ്പിനെ അത് കാണുമോ? അത് മൈൻഡ് ചെയ്യൂല, അത് കാണുപോലും ഇല്ല. അപ്പൊ ഇത്രയും വലിയൊരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നീ എൻ്റെ ബൈബിൾ പറഞ്ഞ പോലെ നിന്റെ അപ്പനെയും അമ്മയേക്കാൾ സ്നേഹിക്കുന്ന ഒരു പിതാവാണ് എന്ന് പറഞ്ഞത്. എൻ്റെ അപ്പൻ, ഞാൻ ഒരു കോളേജിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് മുഖം ഒന്ന് പാടിയാൽ എൻ്റെ അപ്പൻ പുറകെ വന്നിട്ട് എന്നോട് ചോദിക്കും, എന്നാ നിനക്ക് പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പപ്പ ഡാഡി ദേഷ്യപ്പെടും, പറയിപ്പിക്കും, എന്നിട്ട് പരിഹാരമാണെങ്കിലും പരിഹരിക്കും. ഇനി ഞാൻ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ എടാ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, കുറവാണെന്ന് പറഞ്ഞാൽ അല്ല ഇത് 50 രൂപ അല്ല 100 രൂപ നീ വെച്ചോ, പോകുമ്പോൾ ഭക്ഷണം കഴിക്കണം, നീ ഇന്ന വഴി, എല്ലാ കരുതലോടുകൂടി എന്നെ നോക്കുന്ന ഒരു അപ്പനാണ് എനിക്കുള്ളത്. ഇതിനേക്കാൾ അധികമായി സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് വിശുദ്ധ ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ദൈവം, പിതാവായ ദൈവം. ഇത് എൻ്റെ ജീവിതത്തിൽ വ്യക്തമായി അനുഭവപ്പെട്ടില്ലെങ്കിൽ അത് വെറും വേസ്റ്റാണ്, ഒരു അന്ധവിശ്വാസമാണ്. ഇപ്പൊ എൻ്റെ അയലോകത്തുള്ള നായ്ക്കുമ്പറമ്പിലച്ഛൻ അത് കിട്ടി, അല്ലെങ്കിൽ ആക്ക് കിട്ടി, ഇന്നയാൾക്ക് കിട്ടി, അല്ലെ മരക്കലച്ഛന് കിട്ടി, അല്ലെ കരിസ്മാറ്റിക് ജ്ഞാനഗുരുക്കന്മാർക്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ അപ്പനെ അമ്മയേക്കാൾ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ ഇടപെടൽ ആത്മീയമായ മാത്രമല്ല ഭൗതിക കാര്യങ്ങളിൽ എനിക്ക് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ അത് സത്യമാവുകയുള്ളൂ. അല്ലാതെ ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്നേഹിക്കാമെന്ന് പറയുന്ന ഒരു ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല. അങ്ങനെയല്ല ബൈബിൾ മുന്നോട്ട്, ബൈബിൾ പറയുന്ന ദൈവം അങ്ങനെയല്ല. ബൈബിൾ എന്ന ഗ്രന്ഥം സത്യമാകണമെങ്കിൽ പറഞ്ഞ കാര്യം എൻ്റെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ആണ്. അത് സത്യമാകണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇന്ന ചെയ്താൽ ഇന്ന റിസൾട്ട് ഉണ്ടാവും. അപ്പൊ അത് ബൈബിൾ പറഞ്ഞിരിക്കുന്നുണ്ട്. അത് ബൈബിൾ ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് യേശു കർത്താവെ കർത്താവെന്ന് വിളിക്കുന്നതല്ല, എൻ്റെ വാക്കുകൾ ജീവിക്കുന്നതാണ് എന്നിൽ വിശ്വസിക്കുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവരുടെ കാര്യത്തിലാണ് ഇന്നൊക്കെ സംഭവിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ക്രിസ്തുവിന്റെ വാക്ക്? ഒന്നാമത്തെ വാക്ക് എനിക്കന്ന് മനസ്സിൽ സകലരോട് ക്ഷമിക്കുക. ഞാനൊരു പേനയും പള്ളിയിൽ ചെന്നൊന്ന് പ്രാർത്ഥിച്ചു. 15 ദിവസത്തേക്ക് ദൈവമേ വിശുദ്ധ ബൈബിളിനെ നീ ഉണ്ടെന്ന് എനിക്ക് 100% അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദൈവം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഞാനൊരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകണം 15 ദിവസത്തേക്ക്. എന്നിട്ട് സകലരോട് ക്ഷമിക്കാൻ തീരുമാനിച്ചു. ഞാൻ അവിടെ ഇരുന്ന് തന്നെ കുറേ ആൾക്കാരുടെ പേരെഴുതി, എനിക്കറിയാവുന്നതാണ്. അപ്പോൾ ഒരു 99% ആളുകളോടും എനിക്ക് പിണക്കമൊന്നുമില്ല. എന്നാൽ ഒരു 10-12 പേരോട് അല്ല 10-15 പേരോട് എനിക്ക് ഇഷ്ടക്കുറവുണ്ട്. അവരോട് ഞാൻ നിരുപാധികം ക്ഷമിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു 2-3 പേരോട് എനിക്ക് ഒരു തരത്തിൽ ക്ഷമിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അതിൽ ഒരാളെ വഴിയിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് രോമമാണ്. അയാൾക്ക് ഞാൻ ഭയങ്കര ഒരു ക്രിമിനൽ മെന്റാലിറ്റി ആയിരുന്നു അന്ന്. അപ്പം അയാളോട് കലിപ്പ് കാരണം അയാളുടെ 2 ഏക്കർ റബ്ബർ തോട്ടം 5 വർഷമായി നിൽക്കുന്ന, 2 വർഷം കഴിയുമ്പോൾ വെട്ടാൻ നിൽക്കുന്ന റബ്ബർ തോട്ടത്തിലെ ചെടികൾ ഉണക്കിക്കളയാനായിട്ട്, ആരും പിടിക്കപ്പെടാതെ ഉണക്കിക്കളയാനായിട്ട് രഹസ്യമായിട്ട് രാത്രിയിൽ പോയി 2-3 മരത്തിന്റെ ചെറിയ വേര് പൊട്ടിച്ച് കുപ്പിക്കകത്ത് മണ്ണെണ്ണക്കകത്ത് മുക്കി വെച്ച് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, പോയി എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ആ മരം ഉണങ്ങിപ്പോവും. ഇങ്ങനെ അയാളുടെ മരം ഒരു 10-100 എണ്ണം ഉടക്കാൻ ഞാൻ പ്ലാനിട്ട് അത്ര കലിപ്പില്ല. അയാൾക്ക് ഒരിക്കലും പിടിക്കാൻ പറ്റില്ല, അയാൾക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല എന്നാ സംഭവിച്ചത്. അങ്ങനെ ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു. അതുപോലെ വൈരാഗ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ എക്സ്പെരിമെന്റ് നടക്കണമെങ്കിൽ ക്ഷമിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പള്ളിയിൽ ചെന്ന് പറഞ്ഞു, ദൈവമേ ഈ 2-3 വ്യക്തികളോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, എനിക്ക് പറ്റുന്നില്ല. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഈ നിരന്തരമായി ഇങ്ങനെ ബൈബിള് ചെറുപ്പം തൊട്ടേ കേൾക്കുന്നുകൊണ്ടായിരിക്കും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഇയാൾ എൻ്റെ ശത്രുവാണ്, എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഇയാൾ ശത്രുവാണല്ലോ. ഞാൻ അവിടെ നിന്ന് കൈയും പിരിച്ച് അന്നത്തെ ഒരു പ്രീഡിഗ്രിയുടെ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ആത്മീയവും ഭൗതികവുമായ എല്ലാ നന്മകളും നൽകണമേ എന്ന്. ആ വ്യക്തിയും പ്രാർത്ഥിക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായിരുന്നു, ദൈവമേ ആത്മീയവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് വൈരാഗ്യമുള്ള വ്യക്തികൾക്ക് നൽകണമെന്ന് പ്രാർത്ഥന. അത്ഭുതകരമെന്ന് പറയട്ടെ, അന്നാണ് ആദ്യമായിട്ട് ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് എന്നതിൽ എനിക്കൊരു പെട്ടെന്നൊരു ക്ലിക്ക് ചെയ്തത്. പിന്നീട് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഇവരെ കാണുമ്പോൾ ഒരു വിരോധമോ ദേഷ്യമോ ഒന്നും തോന്നില്ലെന്ന് മാത്രമല്ല, എനിക്കൊരു സ്വാഭാവികമായ ഒരു സൗഹൃദം അവരോട് ഫീൽ ചെയ്യാണ്. അപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു മിറക്കിൾ ദൈവം ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിൽ ഒരു ചേഞ്ച് വരുത്തി. ആ നിമിഷം തൊട്ട് ആ നിമിഷം തൊട്ടുള്ള എൻ്റെ ആധ്യാത്മിക യാത്രയാണ് ഇവിടം വരെ വന്നത്. എൻ്റെ അപ്പനെ അമ്മയെക്കാൾ സ്നേഹിക്കുന്ന, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന, ഞാൻ ദൈവത്തിൻ്റെ വഴിതെറ്റിപ്പോയാലും
ഞാൻ പൂർണ്ണ വിശുദ്ധനൊന്നുമല്ല, ബൈബിൾ പറഞ്ഞതനുസരിച്ച് എല്ലാ സമയത്തും ജീവിക്കുന്നവനുമല്ല. എന്നാൽ പോലും എൻ്റെ കൊച്ചു കുരുത്തക്കേട് കാണിച്ചാലും എന്ത് തരികട കാണിച്ചാലും ഞാൻ അവനെ ഒരിക്കലും തള്ളിക്കളയലാതെ അവനെ എങ്ങനെയെങ്കിലും നന്നായിക്കൊണ്ട് വരാതെ ഓരോ തവണ അവൻ കുരുത്തക്കേട് കാണിക്കുമ്പോൾ അവനെ വഴക്ക് പറയും, അവന് ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ അടി കൊടുക്കും, അവനെ ശിക്ഷിക്കാൻ ശ്രമിക്കും. ഇനി അവൻ ഇപ്പം വലുതായി കഴിഞ്ഞപ്പോൾ എന്നോട് തറുതല പറയും, എന്നോട് ദേഷ്യപ്പെടും. എനിക്ക് ഭയങ്കര വേദന ചില സമയത്ത് അവൻ്റെ ടീനേജൊക്കെ ആയതുകൊണ്ട് അവൻ്റെ ചില വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്കുണ്ടാവും. എന്നാലും ഞാൻ അവനെ തള്ളിക്കളയത്തില്ല. അവൻ എന്നെ തള്ളിക്കളഞ്ഞാൽ പോലും ഞാൻ അവനെ തള്ളിക്കളയുകയെ ഇല്ലാത്തൊരവസ്ഥയാണ് ഒരു അപ്പൻ എന്ന നിലയിൽ എനിക്കുള്ളത്. ഇതേ അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് എൻ്റെ സ്വർഗസ്വനായ പിതാവിനെ അന്ന് തൊട്ട് കണ്ടെത്താൻ തുടങ്ങി. ഇതാണ് എൻ്റെ ലൈഫ്. ഇനി ഈ യാത്രയിൽ ഒറ്റ 5 സെക്കൻഡ്, വിശുദ്ധ ബൈബിളും ക്രൈസ്തവ വിശ്വാസത്തിലും അനേകം കാഴ്ചപ്പാടുകളുണ്ട്. ഞാൻ ഹൈലി ഇൻ്റലക്ച്വലായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ജ്ഞാനമാർഗത്തിലൂടെയാണ് ദൈവത്തെ അന്വേഷിച്ചത്, ഭക്തി മാർഗത്തെക്കാൾ ഉപരി. അപ്പം ഭക്തിയുണ്ട്. അപ്പം എൻ്റെ ഇൻ്റലക്ച്വൽ ബോധ്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്, കത്തോലിക്ക ദൈവശാസ്ത്രമാണ് 100% പെർഫെക്റ്റായ വിശുദ്ധ ബൈബിളിൻ്റെ വ്യാഖ്യാനമാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ മലയാളം അറിയാവുന്ന സകല പെന്തക്കോസ് ബ്രദറൻ പ്രൊട്ടസ്റ്റന്റുകാരെയും ഞാൻ ചലഞ്ച് ചെയ്തത്. വിശുദ്ധ ബൈബിൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കറുത്ത ചടച്ചുള്ള സത്യവേദ പുസ്തകം കൊണ്ട് നിങ്ങൾ വന്നാൽ മതി, നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകങ്ങൾ മാത്രം മതി. കത്തോലിക്ക സഭയുടെ ഏതെങ്കിലും ഒരു ദൈവശാസ്ത്രപരമായ പ്രവർത്തികൾ അല്ലെങ്കിൽ ഡോക്മകൾ തെറ്റാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കപ്പാസിറ്റി. ഇന്ന് വരെ എൻ്റെ വെല്ലുവിളി സ്വീകരിച്ച് ആരും വന്നിട്ടുമില്ല. ഇതാണ് എൻ്റെ അവസ്ഥ. ഞാനിവിടെ നിർത്തിയിരുന്നു. താങ്ക് യു. എന്നെ ഇത്ര സഹിച്ചു നിന്നതിൽ നിങ്ങൾക്ക് നന്ദി. ഓക്കെ എന്റെ വോയിസ് കേൾക്കാമോ? ഒരു സെക്കൻഡ്. വേറെ ആരും മൈക്ക് എടുക്കല്ലേ പ്ലീസ്, ഒരു പ്രോഗ്രാമാണ്. ഇക്കാക്ക കേൾക്കാമോ? ഇക്കാക്ക കേൾക്കാം. ഓക്കെ ഇക്കാക്ക ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമുക്ക് ഡിസൻ സാറേ, ഞാൻ ബാക്ക് ചാനലിലൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അയച്ചിരുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിന് 3 സെഗ്മെന്റ്സ് ഉണ്ട്. താങ്കളുടെ ക്ലബ് ഹൗസ് അനുഭവങ്ങൾ, ക്ലബ് ഹൗസിന്റെ തുടക്കകാലം, ക്ലബ് ഹൗസിനുണ്ടായിട്ടുള്ള ക്ലബ് ഹൗസ്, താങ്കൾ സ്വന്തം ഗ്രൂപ്പുകളൊക്കെ ഒട്ടനവധി ഹൗസുകൾ താങ്കൾ റൺ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും അവിടുത്തെ ശ്രോതാക്കളുമാണ്. അപ്പോൾ ക്ലബ് ഹൗസ് അനുഭവങ്ങളും ഇവിടെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമുക്ക് അതിന്റെ സമയപരിമിതി നോക്കേണ്ടതില്ല ഡിസൻ സാറേ. ഒത്തിരി നമ്മൾ ആൾക്കാരെ മുഷിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. ഇല്ല, ഇതിന് മുഷിപ്പൊന്നും ഇല്ല. ഇതിനകത്ത് ബോറടിക്കുന്നവരെ നമ്മൾ താഴോട്ട് മാറ്റും, അത്രേ ഉള്ളൂ. അല്ല, ക്ലബ് ഹൗസിൽ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ, ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആകാൻ കാരണം ഈ മുജാഹിദ് ബാലുശ്ശേരിയും MM അക്ബറും മുഹമ്മദ് ഈസ പെരുമ്പാവറും കൂടെ, ഞാൻ അതിനേക്കാൾ ഉപരി ഞാൻ ഈ യൂട്യൂബൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് ഈ ജബ്ബാർ മാഷിന്റെ പോയി പറയുന്നുണ്ട്, എടുത്തു. ഈ ജബ്ബാർ മാഷിന്റെ ഈ ഇസ്ലാമിക വിമർശനം, വാളേന്തിയ പ്രവാചകൻ എന്ന് പറയുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ കാണാനിടയായി. പല വീഡിയോകളും അന്നൊക്കെ കൂടുതലും ഈ ക്രിസ്ത്യൻ കാത്തലിക് വീഡിയോകളൊക്കെയാണ് കാണുന്നത്, പിന്നെ പല സിനിമയൊക്കെയാണ്. അപ്പം കാണാനിടയായപ്പോൾ എനിക്കത് ഭയങ്കര, ജവാർ മാഷിന് എനിക്ക് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള കാര്യം പറയുന്നത് ഞാൻ പുള്ളിയുടെ പ്രഭാഷണ രീതി. അപ്പോൾ അത് ഞാൻ കണ്ടു. പിന്നെ പയ്യെ സി രവീന്ദ്രൻ്റെ അനാദിയിലെ രാമേന്ദ്ര മേനോൻ എന്ന് പറയുന്ന ഒരു, ആ കാലഘട്ടങ്ങളിൽ ഞാൻ ആകെ കത്തോലിക്കരുടെ ഇടയിൽ കത്തോലിക്ക പരമായ ചില കാര്യങ്ങൾ യൂട്യൂബിലൂടെ ഒക്കെ ചെയ്തുകൊണ്ട് 10, 60, 50 പേരൊക്കെ കാണുന്ന രീതിയിൽ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ഈ സി രവീന്ദ്രൻ്റെ അനാദിയിലെ രാമേന്ദ്ര മേനോനോ ബാലേന്ദ്ര മേനോനോ പറഞ്ഞൊരു വീഡിയോ വരുന്നത്. അത് തോമസ് അക്വാനസിൻ്റെ ദൈവമില്ല എന്നുള്ള 5 കാരണങ്ങളെ കൗണ്ടർ ചെയ്യുന്നുള്ള വീഡിയോ ആണ്. വളരെ ബാലിശമായി എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അതിന് കൗണ്ടർ വീഡിയോ ചെയ്തു. അതിനുശേഷമാണ് നമ്മുടെ അഗസ്റ്റിൻ പാമ്പളാനി അച്ഛൻ പോയിട്ട് സി രവീന്ദ്രൻ്റെ ഉള്ളിൽ തേഞ്ഞൊട്ടി തിരിച്ചു വന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യും. അദ്ദേഹം പറഞ്ഞതിലൊക്കെ കുറേ ശരിയുണ്ട്, പക്ഷെ ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ, ഒരു സംവാദകൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു പരാജയമാണ്. അതുകൊണ്ട് സി രവീന്ദ്രന് ഭയങ്കരധികം ഹൈപ്പ് ഉണ്ടായി. അപ്പം അദ്ദേഹം പറഞ്ഞതിന് ഞാൻ കുറേ കൂടെ എൻ്റെതായ രീതിയിൽ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇറക്കി. ഇതെല്ലാം എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ആദ്യകാലം കാണാം. അതിന് ശേഷമാണ് യുക്തിവാദികളൊക്കെ ഫോക്കസ് ചെയ്ത് നമ്മുടെ ഒരു വേറൊരു യുക്തിവാദിയുണ്ട്, ഈ പ്രപഞ്ചത്തിൻ്റെ സങ്കീർണതയെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫസർ, ഒരു ഫിസിക്സിൻ്റെ പ്രൊഫസർ ഒരു വീഡിയോ ഇറക്കുന്നുണ്ട്. അത് ഈ എസൻസിൻ്റെ കൂടെയൊക്കെയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്ക് ഞാൻ മറുപടി 2-3 വീഡിയോ ഒക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വാളേന്ത്യ പ്രവാചകനൊക്കെ, ആ സമയത്താണ് ഈ മുജാഹിദ് ബാലുശ്ശേരി
പരതെറിയുമായിട്ട് ഭൂലോക തെറിയുമായിട്ട് കത്തോലിക്കരെ ക്രിസ്ത്യാനികളെ തെറി വിളിച്ചുകൊണ്ട് ഇറങ്ങിയത്. MM മുഗറും ഒക്കെ പണ്ടേ ഉണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് മുഹമ്മദീസുടെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ അതിന് മറുപടി കൊടുക്കാൻ തുടങ്ങി. കൗണ്ടർ അത് ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് 10,000-30,000 പേരൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഇസ്ലാമിക വിഷയത്തിലൊക്കെ ആ സമയത്ത് ശരിക്കും ഈ ദാവാ പ്രവർത്തനം വളരെ ശക്തമായിരുന്നു. കത്തോലിക്കരുടെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അത് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു അവർ. അതിനിടയ്ക്കാണ് അനിൽകുമാർ അയ്യപ്പൻ്റെ ഒരു വാദിഭീൻ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വളരെ ആ വീഡിയോകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. കാരണം അത് എന്തോ സ്ട്രൈക്ക് ചെയ്ത് ആ ചാനൽ തന്നെ ദാവാ പ്രവർത്തകർ പൂട്ടിച്ച് കളഞ്ഞു. അത് പിന്നെ തിരിച്ചു കിട്ടിയെങ്കിൽ ഈ വീഡിയോകളൊക്കെ പോയി. ഭയങ്കര ശക്തമായ രീതിയിൽ മുഹമ്മദ് നബിയെ തുറന്നു കാണിച്ചുകൊണ്ടുള്ള വീഡിയോ വരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇസ്ലാമിനെ കുറിച്ചൊന്നും അത്ര കാര്യമായിട്ട് അറിയില്ല. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി. ഞാൻ എന്നിട്ട് പ്രിയപ്പെട്ട നമ്മുടെ ഏതൊരു നമ്മുടെ ക്ലബ് ഹൗസിലൊക്കെ പണ്ട് വന്നുകൊണ്ടിരുന്ന ഒരു ഇസ്താദുണ്ട്. ആ പുള്ളിയുടെ പേരൊക്കെ പറഞ്ഞ് ഇത് ശരിയാണെന്നൊക്കെ ചോദിച്ചു ഞാനൊരു വീഡിയോ ചെയ്തു. അതും 10,000-20,000 പേരോട് വൈറലായി. അങ്ങനെയാണ് ഹാരിസ് മദനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു. അങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഞാൻ പോവുകയും പയ്യെ പല വിഷയങ്ങളാകുകയും ഞാൻ അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ആയോ 5,000, 6,000, 7,000 ഫോളോവേഴ്സൊക്കെ ആയ സമയത്താണ് ക്ലബ് ഹൗസ് ആരംഭിക്കുന്നത്. ഈ ക്ലബ് ഹൗസ് ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഈ ദാവാ പ്രവർത്തകരെയാണ്. കാരണം അതിഭീകരമായിട്ട് മുജാഹിദ് ബാലുശ്ശേരി ടീമുകളൊക്കെ അതാണ് ഈ ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന് പറയുന്ന ടീം വരെ അൽകുമാർ അയ്യപ്പനെയൊക്കെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത് അവരുമായിട്ടൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ക്ലബ് ഹൗസ് വരികയും ടോമി സെബാസ്റ്റ്യനുമായിട്ട് ഒരു സംവാദം നടത്തുകയും ആ സംവാദത്തിൽ ടോമി സെബാസ്റ്റ്യൻ തേഞ്ഞൊട്ടി മറുപടി പോലും അതിനുശേഷം ഇന്ന് വരെ ഞാൻ സംവാദത്തിന് വിളിച്ചിട്ട് വരുന്നില്ല. തേഞ്ഞൊട്ടിപ്പോയി. ഞാൻ അതിനുശേഷം തലച്ചോറ് ബെന്നി എന്ന് ക്ലബ് ഹൗസിൽ അറിയപ്പെടുന്ന ബെന്നി നമ്മുടെ പരിചയക്കാരൻ പുള്ളി മോഡർഷിപ്പ് ഒക്കെ ഉപേക്ഷിച്ച് ടോമി സെബാസ്റ്റ്യനെ രക്ഷിക്കാൻ ഒരു സംഭവമൊക്കെ നടത്തി. അന്ന് 1,500 പേരോളം ആ വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ യൂട്യൂബിൽ ആദ്യകാലത്ത് സ്ട്രീറ്റ് ചെയ്യുമ്പോൾ ടെക്നിക്കൽ എറർ വന്നു, സൗണ്ടിന് പ്രശ്നം വന്നുകൊണ്ട് എനിക്കത് നഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം ഇന്ന് വരെ വന്നിട്ടില്ല. അങ്ങനെയൊക്കെ പോകുന്ന സമയത്താണ് ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ ഞാൻ ദൈവപിതാവെന്ന റൂമൊക്കെ തുടങ്ങി സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്തത്. ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ നമ്മുടെ ആരാണ് ഈ അൽകുമാർ അയ്യപ്പൻ്റെ എർത്തുണ്ടല്ലോ നമ്മുടെ ആ പുള്ളിയുടെ പേരും അജീഷ് അല്ല എബന്റെ ജോഡി എവന്റെ കൂടെ നടക്കുന്ന ജെയ്സബ്രഹാം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നു ബാക്ക് ചാനലിൽ. നമുക്ക് ഒന്നിച്ചു പോകണം, നമുക്ക് സഹകരിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അപ്പൊ നമുക്ക് ഒരിക്കലും ഞാൻ തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധവുമില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരാൾ ചെയ്താൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കുറെ കൂടെ നന്നായി മറ്റൊരാൾ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. മറ്റൊരാൾ അത് ചെയ്യാതെ വരുമ്പോഴാണ് എനിക്ക് അതിനകത്ത് ഇടപെടുന്നത്. അപ്പൊ അവർ നല്ല രീതിയിൽ ഇസ്ലാമിക വിമർശനം ചെയ്യുന്നു, ഞാൻ അവരുടെ കൂട്ടത്തിൽ പോയിരുന്നു. എൻ്റെ റൂമുകൾ പിന്നെ അവരുടെ ഒരു ഡൊമിനൻസിയും നമ്മൾ മറ്റെന്തെങ്കിലും ഒരു വിഷയത്തിൽ റൂം ഇടുമ്പം അത് ശരിയല്ല ഇത് ശരിയല്ല. ഞാനൊരു കത്തോലിക്ക വിശ്വാസിയായിട്ടാണ് അവരോട് സഹകരിക്കുന്നത്. എൻ്റെ കത്തോലിക്ക വിശ്വാസം ഒരു നെല്ലിട പോലും പണയം വെച്ചിട്ടല്ല ഞാൻ അവരുടെ കൂടെ പോയിരിക്കുന്നത്. പക്ഷേ ഇസ്ലാമിക വിമർശനം എന്ന കാര്യത്തിൽ ഈ മുജാഹിദ് ബാലുശ്ശേരിക്കും മുഹമ്മദ് ഈസയ്ക്കും ഈ ടീമുകൾക്കും മറുപടി കൊടുക്കുന്ന കാര്യത്തിൽ അവരോട് യോജിപ്പുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ അവർ കുറച്ചൊക്കെ ആണെങ്കിലും പിന്നെ ആയപ്പോഴത്തേനും അവർ ഭയങ്കരമായിട്ട് ഹൈപ്പ് ഉണ്ടാവുകയും അവരുടെ തനി സ്വഭാവം കാണിക്കാനും ഇതിനിടയിൽ കൂടെ കത്തോലിക്ക സഭയ്ക്ക് രഹസ്യമായിട്ട് പാര വെക്കാനൊക്കെ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ നിന്ന് കത്തോലിക്കരെയൊക്കെ പയ്യെ ചാടിച്ചുകൊണ്ട് പോവുക. പ്രൊട്ടസ്റ്റന്റ് തിയോളജി അവർ ഇപ്പുറത്ത് ഭയങ്കര ഇസ്ലാമിക വിമർശനം നടന്നു, അപ്പുറത്ത് പോയിട്ട് മാമാങ്കം അങ്ങനെയൊക്കെയുള്ള ബൈബിൾ ക്ലാസിൻ്റെ റൂമുകൾ ഇടും. എന്നിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെയൊക്കെ അങ്ങോട്ടും കൊണ്ടുപോയിട്ട് പയ്യെ കത്തോലിക്ക തിയോളജിയൊക്കെ പറയുന്ന സ്റ്റേജിലേക്കൊക്കെ വന്നു. ഇങ്ങനെ ട്രൂത്ത് ഫൈറ്റേഴ്സ് നേരിട്ട് അത് ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവരുമായിട്ട് പക്ഷേ അവരുടെ കൂട്ടത്തിലുള്ള മറ്റു ചില ആളുകളാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് നമ്മളെ ഒരു തരത്തിലും അതിൻ്റെ ഒരു മോറൽ സൈഡ് അവർക്ക് നഷ്ടപ്പെടുകയും അവർക്ക് ഭയങ്കര അഹങ്കാരം എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിലേക്ക് വരികയും ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ മറ്റാളുകളൊന്നും ക്ലബ് ഹൗസിൽ പ്രവർത്തിക്കരുത്, ക്രിസ്ത്യാനികളൊന്നും പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ശൈലിയൊക്കെ വരികയും ചെയ്തപ്പോൾ ഇവരെ വഴിതെറ്റി തുടങ്ങിയെന്ന് മനസ്സിലായി. ആ സമയമൊക്കെ ആയപ്പോഴത്തേനും കുറേയൊക്കെ ഈ ദാവാക്കാർ മൊത്തം ഒതുങ്ങുകയും ചെയ്തു. കാരണം എന്ന് വെച്ചാൽ ഒരു 1.5 വർഷം കൊണ്ട് ദാവാ പ്രവർത്തകരെല്ലാം പെട്ടി വടക്കുന്ന സ്റ്റേജിലേക്ക് മുജാഹിദ് ബാലുശ്ശേരി പരിപാടി നിർത്തി. എല്ലാവരും MM മഗ്ർ മുങ്ങി. ജവാർ മാഷിൻ്റെ സംവാദമൊക്കെ കഴിഞ്ഞപ്പോൾ MM മഗ്ർ മുങ്ങി. അങ്ങനെ മൊത്തത്തിൽ ഈ ക്രൈസ്തവരെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി സോഷ്യൽ മീഡിയയിൽ കുറഞ്ഞു. ക്ലബ് ഹൗസിൽ പോലും വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാത്ത സ്റ്റേജിലേക്കൊക്കെ വന്നു. അപ്പം പിന്നെ ഇവരുടെ ശൈലി ഈ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ ശൈലി അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടമായി എന്ന് എനിക്ക് തിരിച്ചു. കാരണം വിശുദ്ധ ബൈബിളിൽ യേശു ക്രിസ്തുവോ ശിഷ്യന്മാരോ ആരെയും
മറ്റൊരു മതത്തെ വിമർശിക്കുന്നില്ല. സ്വന്തം മതത്തെ പരിപൂർണതയിൽ ഞാനാവുന്ന വഴി സിറ്റി എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ അയലോക്കത്തുള്ള റോമാക്കാരുടെ ദൈവമല്ല എന്ന് ബൈബിളിൽ എവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് ദൈവമല്ല എന്ന് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നു, പക്ഷെ അത് പറയുന്നില്ല. അപ്പം ഒരു ക്രിസ്ത്യാനിയുടെ ശൈലി മറ്റൊരുത്തൻ്റെ മതത്തെയോ വിശ്വാസത്തെയോ ഇകഴ്ത്തുകയോ കാണിച്ചുകൊണ്ടല്ല, സ്വന്തം വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുക എന്നതാണ് ക്രൈസ്തവ സുവിശേഷത്തിൻ്റെ കാതൽ. പക്ഷേ നമ്മുടെ വിശ്വാസത്തെ ആരെങ്കിലും ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പച്ചയ്ക്ക് മറുപടി കൊടുക്കും. അത് എല്ലാ കാലഘട്ടത്തിലും സഭയുടെ വിശുദ്ധർ കൊടുത്തിട്ടുണ്ട്, നമ്മളും കൊടുക്കും. അത് അവർ നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ നിർത്തണം. പക്ഷെ ട്രൂത്ത് ഫൈറ്റേഴ്സ് ഇത് കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് പോകുന്നു, നമ്മൾ അതിനകത്ത് ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അവർ എതിർ സാക്ഷ്യമാകാൻ തുടങ്ങി. മാസ്റ്റർ അച്ചായൻ്റെ അമ്മയുടെ ചാരിത്രത്തിന് വില പറയുന്ന രീതിയിലേക്ക്, തങ്ങൾക്കെതിരെ അല്ലെങ്കിൽ തങ്ങളുടെ ആശയങ്ങളോട് യോജിക്കാത്ത രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അന്നേരം അവരെ ജിഹാദിയായി ഡിക്ലെയർ ചെയ്യുക, അവർ സഭാശത്രുക്കളായി ഡിക്ലെയർ ചെയ്യുക, ഒരുതരം അവരുടെ അടിമകളായി, അവരുടെ അണ്ടറിൽ നിയന്ത്രണത്തിൽ പോകാത്ത എല്ലാവരും, അവരുടെ കൂട്ടത്തിലുള്ളവർ പോലും അവരുടെ ശത്രുക്കളാണെന്നുള്ള ഒരു ശൈലിയിലേക്ക് വന്നു. അതിനിടയിൽ ഇവരോട് എനിക്ക് കൃത്യമായ ബോധ്യം എനിക്ക് ലഭിച്ചു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നിമിത്തമായിട്ട് ഒരു യുക്തിവാദികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു റൂമിൽ കുറേ ആൾ കണ്ടപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ റൂം ഇടാൻ ഞാൻ എൻ്റെ നിർബന്ധപ്രകാരം ആവശ്യപ്പെട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാനായിട്ട് റൂം ഇട്ട സമയത്ത് അവർ റൂം ഇട്ടു, പക്ഷെ എന്നെ മോഡാക്കുകയില്ല. അപ്പം എനിക്ക് മോഡാണെന്ന് പോലും അന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ചിന്തിക്കുന്നത് ഇത്രേ ഉള്ളൂ, താഴെ കുറച്ച് ആളുകൾ, പ്രധാനപ്പെട്ട ഈ അന്നത്തെ യുക്തിവാദികളൊക്കെ എതിർത്തുകൊണ്ടിരുന്ന കുറച്ച് ആളുകളൊക്കെ താഴെ വന്നിരിപ്പുണ്ട്. അപ്പോൾ അവരെ മുകളിലോട്ട് വിളിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ 2-3 തവണ അവരോട് പറഞ്ഞു, പെട്രാ ജിമ്മി ഒന്ന് മുകളിലോട്ട് വിളി. അവർ കേട്ടില്ല. എന്നാൽ അവർ കേൾക്കാൻ്റെ തിരക്കിലായിരിക്കും, അല്ല ഫോൺ കയ്യിലായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് മോഡാക്കാൻ പറഞ്ഞു. അവർക്ക് മോഡാക്കാൻ പറ്റും. അപ്പം എനിക്ക് മനസ്സിലായി, എന്നെയൊക്കെ ഇവന്മാർ ശരിക്കും ഉപയോഗിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്. ഒരാശയത്തിന് വേണ്ടി കൂട്ടത്തിൽ നിർത്തുകയല്ല, തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാകാൻ ഉപയോഗിക്കുകയാണ് എന്നെനിക്ക് മനസ്സിലായി. ആ സമയം ഇപ്പോൾ ആയപ്പോൾ തന്നെ ഇവരുടെ വയറ്റിപ്പിഴപ്പിൻ്റെ പ്രശ്നം കൂടിയാണ് ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ പരിപാടികൾ എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായി. കാരണം ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ പേരിൽ നാട് നീളെ പണം പിരിക്കുക, അതുകൊണ്ട് നമ്മളൊക്കെ പണിയെടുത്ത് ആഴ്ചയിൽ 4 ദിവസം ഓവർ ടൈമും ചെയ്ത് ബാക്കി സമയങ്ങളിൽ ഇരിക്കുമ്പം ഇതിനകത്ത് ഈ അനിൽകുമാർ അയ്യപ്പനൊന്നും ഒരു പണിയും എടുക്കാതെ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന ആളുകളെ പറ്റിച്ച് ഇസ്ലാമിക ഇതും പറഞ്ഞ് സംഭാവനയും പിരിച്ച് സുഖിച്ച് ജീവിക്കുകയാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് എനിക്ക് തോന്നുന്നു. അതൊന്നും നമുക്ക് പ്രശ്നമല്ല, നമ്മളുടെ എയിമിനനുസരിച്ച് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ എയിമിനനുസരിച്ച് കാര്യങ്ങൾ പോകുന്നുള്ള ഇവർ ക്രിസ്ത്യാനിറ്റിക്ക് എതിർസാക്ഷ്യമാകുന്ന രീതിയിലേക്ക് ഇവർ മാറി. കാരണം ഇവർ ക്രിസ്തുവിനേക്കാൾ വലിയവരും, ഇവർ 100% ശരിയും. ലോകത്തിൽ ഇവിടെയുള്ള പെന്തക്കോസ് ആണെങ്കിലും ബ്രദറിനാണെങ്കിലും ആരാണെങ്കിലും ജിഹാദികൾ അല്ലെങ്കിൽ ജിഹാദ് എന്ന ഒരു ശൈലി ഈ അനിൽകുമാർ അയ്യപ്പനി ടീമും സ്വീകരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ അന്ന് തൊട്ട് അവരുമായിട്ട് ഉടക്കി. പിന്നെ കൂട്ടാക്കണമായിരുന്നു എനിക്കെതിരെ. ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. ഞാൻ അടിച്ച് നിരപ്പാക്കാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ കോൾ ഔട്ട് തുടങ്ങി. മാസ്റ്റർ അച്ചായനെയൊക്കെ കൂട്ടും. ഇന്ന് മാസ്റ്റർ അച്ചായൻ അനിൽകുമാർ അയ്യപ്പൻ്റെയൊക്കെ ഏറ്റവും വലിയ അടിമയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ മാസ്റ്റർ അച്ചായൻ്റെ അമ്മയുടെ ചാരിത്രത്തിന് വില പറഞ്ഞ് അനിൽകുമാർ അയ്യപ്പനെ എക്സ്പോസ് ചെയ്യാൻ തുടങ്ങി അതിശക്തമായിട്ട്. ഇന്ന് എൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് വ്യാജ കത്തോലിക്കരായ സുഡാപ്പികളുടെ അടിമകളുമായ ഈ ഡിസ്കഷൻ ലോഞ്ചിൻ്റെ ജെയ്സ് ഫോർ കൈസ് തൊട്ട് സകല എണ്ണും അന്ന് അവരുടെ ടീമായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ എതിർത്ത അവരായിരുന്നു. ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. അതിശക്തമായിട്ട് അവരെ കോൾ ഔട്ട് ചെയ്തു. അതിൻ്റെ റിസൾട്ട് ഉണ്ടായി. കത്തോലിക്കരുടെ ഇടയിലേക്ക് അവരെക്കുറിച്ചുള്ള കൃത്യമായ അവയർനെസ് ഉണ്ടായി. അനിൽകുമാർ അയ്യപ്പൻ്റെ വീഡിയോകൾക്കൊക്കെയുള്ള പ്രചരണം കുറഞ്ഞു. പണ്ടുണ്ടായിരുന്ന കത്തോലിക്കരുടെ ഇടയിൽ ഭയങ്കരമായി അവർ ഇതായി, കുറച്ചൊക്കെ ആയി. അന്ന് പക്ഷേ യൂട്യൂബിലേക്ക് ഞാൻ അധികം അവരെ ഫോക്കസ് ചെയ്തില്ല. ക്ലബ് ഹൗസിലൊരു തിരിച്ചറിവൊക്കെ വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജെ ടോമും ടീമും ഒക്കെ ഈ ക്രിസ്ത്യാനികളെ തമ്മിത്തല്ലുണ്ടാക്കാനും അടിയുണ്ടാക്കാനും വേണ്ടി നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഈ അനിൽകുമാർ അയ്യപ്പനെ എങ്ങനെയെങ്കിലും കത്തോലിക്ക സഭയ്ക്കെതിരെ തിരിക്കുക. ഇത്രയും കാലം അവർക്ക് എല്ലാ ക്രിസ്ത്യാനികളും അവരുടെ അണ്ടറിലായിരിക്കണം എന്നൊരു നിലപാടേ ഉള്ളൂ. അല്ലാതെ അവരൊരിക്കലും കത്തോലിക്ക സഭയ്ക്കെതിരെ നേരിട്ട് പറയുകയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അതിനിടയ്ക്ക് ഇതിൻ്റെ ഇടയിൽ മറ്റൊരു പ്രവർത്തനം കൂടെ നടക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ക്ലബ് ഹൗസിൽ വന്ന് ആദ്യം ചെയ്തത് IBTയോടൊക്കെ സഹകരിച്ച് ഷുബു പീഡിക്കൽ എന്ന ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് ഗോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞ് പൈശാചിക സുവിശേഷം പറയുന്ന ക്രിസ്ത്യാനികളുടെ ദൈവമായ
യഹോവ YHW കർത്താവ് എന്നൊക്കെ പറയുന്ന ആ ദൈവത്തെ പിശാച് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒരു സാമാന്യ കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യൻ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള വ്യാജങ്ങൾ പറഞ്ഞുകൊണ്ടുവന്ന ഗോറിയസ് ഗോസ്പൽ എന്ന പ്രസ്ഥാനത്തെ അടിക്കുക. ഏറ്റവും കൂടുതൽ ഇന്നും വിട്ടുവീഴ്ചയില്ലാതെ നിരന്തരമായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം ഇപ്പം പിന്നെ അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. കാരണം നിരന്തരമായ ടാർഗറ്റ് കൊണ്ട് ദൈവത്തിന്റെ, എൻ്റെ കഴിവുകൊണ്ടല്ല, ദൈവത്തിന്റെ ഇടപെടലിലൂടെയൊക്കെ ഷിബു എന്ന വ്യക്തി എക്സ്പോസ് ആയി. ഞാൻ അവൻ എഴുതിയ ബൈബിളിനെതിരെ അവൻ പറഞ്ഞ ഒരു വീഡിയോ ഏകദേശം എൻ്റെ ചാനൽ 1 ലക്ഷം പേര് കണ്ടു, വേറെ അത് അപ്ലോഡ് ചെയ്ത മറ്റൊരു ചാനൽ 8 ലക്ഷം 9 ലക്ഷം പേരാ കണ്ടത്. അങ്ങനെ അവനെതിരെ ഈ അജി പോളിനെ പോലെ ആളുകളൊക്കെ അറിഞ്ഞിട്ട് പോലും മിണ്ടാതെ രഹസ്യമായിട്ടിരുന്ന കാര്യം ഞാൻ അറിഞ്ഞ നിമിഷം അത് ഞാൻ പരമാവധി എക്സ്പോസ് ചെയ്തു. സമൂഹത്തിൽ എത്തേണ്ട 9 ലക്ഷം പേര് ക്രിസ്ത്യാനികളുടെ ഇടയിൽ അത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ലക്ഷം പേർ ഒരു വീഡിയോ കണ്ടു. അത് 4-5 മിനിറ്റുള്ള വീഡിയോ ആണ്, അത് ഫുള്ള് കണ്ടിട്ടുണ്ടാവും. സ്കിപ്പ് ചെയ്തൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു 2-3 മിനിറ്റേ ഉള്ളൂ. അതൊക്കെ കണ്ടതുകൊണ്ട് ആളുകൾക്ക് ഈ വ്യക്തിയെ വ്യക്തമായ ബോധ്യമായി. അങ്ങനെ മൊത്തത്തിൽ ഇന്ന് ഷിബു പീഡിക്കൽ എന്ന് പറഞ്ഞ വ്യക്തി ഒരു അപ്രസക്തനായിപ്പോയി. പിന്നെ അമ്മയെ തല്ലിയാലും 2 വർഷം ഉണ്ടെന്ന് പറയുന്ന പോലെ കുറച്ച് ആളുകൾ അവൻ്റെ കൂടെയും കാണും, അത് ആ ഏത് വട്ടൻ്റെ കൂടെയും കാണും, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു എല്ലാ ക്രെഡിബിലിറ്റി നഷ്ടപ്പോയ ഒരു വ്യക്തിയായി ഷിബു പീഡിക്കൽ. പിന്നെ അവനിങ്ങനെ സംവാദം പിടിച്ചൊക്കെ എങ്ങനെയാണ്. അപ്പം ഏതായാലും ദൈവം എൻ്റെയും എന്നെ പോലെ തന്നെ അനേകരുടെ പ്രവർത്തനത്തിന്റെ ഫലവും ദൈവത്തിന്റെ കൃപയാലുമാണ് ഈ ക്രിസ്ത്യാനിറ്റിക്കെതിരെ വന്ന ഏറ്റവും വലിയ കൊടിയ വിഷം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളൊന്നും എന്ന് പറഞ്ഞാൽ വെളിച്ച ദൂതന്റെ വേഷത്തിൽ ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് നടക്കുന്ന ടീം അറ്റാക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരൊന്ന് ഒതുങ്ങി. ഈ ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞ ടീം ഒരല്പം ഒരു മയം വന്നു. അതോടുകൂടി ഞാൻ പിന്നെ അവരുടെ ഇസ്ലാമിക വിമർശനം നടത്തുന്ന സമയത്ത് അതിനിടയ്ക്ക് ജെയ്സ് ഫോർ ക്രൈസ്റ്റ് ടീമും എന്തോ തെറ്റുമെന്തോ ചെയ്യും. ഞാൻ ഇവരെ ട്രൂത്ത് ഫൈറ്റേഴ്സ് ഞാൻ അവരുടെ കൂട്ടത്തിൽ പിന്നെ സഹകരിക്കാതായി. പക്ഷെ അവരെ ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങി. അവരെ ഡിഫെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസത്തിൽ ഡിഫെൻഡ് ചെയ്യുന്നത്, അവരുടെ ഈ ഇസ്ലാമിക വിമർശനവും പ്രവർത്തനത്തെയൊക്കെ ഡിഫെൻഡ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് അനുകൂലിച്ച് വീഡിയോ ഇടുക. അപ്പം ഈ പറയുന്ന ഈ നോർത്ത് അമേരിക്കൻ ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു ടീം അനിൽകുമാർ അയ്യപ്പൻ 10 ലക്ഷം രൂപ വാങ്ങി, അത് ഭയങ്കര ഇതൊക്കെ വന്നു. ഞാൻ അപ്പുറത്ത് റൂം ഇട്ട് 8-10 മണിക്കൂർ എന്നെ മരവാഴ എന്നൊക്കെ വിളിച്ച് 8-10 മണിക്കൂർ എന്നെ തെറി വിളിച്ചുകൊണ്ട് റൂം ഇടും. ഈ പറയുന്ന ഡിസ്കഷൻ ലോഞ്ചും ടീമുകളെല്ലാമാണ്. ഞാനിപ്പുറത്ത് ഒറ്റയ്ക്ക് 2-3 മണിക്കൂർ അല്ലെങ്കിൽ 4-6-7 മണിക്കൂർ ഞാൻ റൂമിടും. എന്നാണേലും അവരുടെ ശ്രമങ്ങൾ മൊത്തം പൊളിച്ച് ഞാൻ കൈ കൊടുത്തു. കാരണം ഇപ്പുറത്ത് ശക്തമായ കത്തോലിക്കനായ എൻ്റെ ഭാഗത്തുനിന്ന് ബദൽ റൂമുകൾ വരിക. അങ്ങനെ അവർ പൊളിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷമാണ് ജനുവരിയിൽ, ആ സമയത്താണ് ഞാൻ ജെയ്സ് അബ്രാഹമിന് ഇപ്പോഴും എൻ്റെ വാട്സപ്പിൽ കിടമുണ്ട്, അനിൽകുമാർ അയ്യപ്പനെ എങ്ങനെയെങ്കിലും കത്തോലിക്ക വിരുദ്ധനായി തീർക്കാൻ കാരണം അനിൽകുമാർ അയ്യപ്പൻ ഒരു സോഷ്യൽ മീഡിയ ഫിഗറാണ്. ഇസ്ലാമിക വിമർശനത്തിന്റെ കാര്യത്തിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു സോഷ്യൽ മീഡിയ ഫിഗർ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഇടുന്ന ഒരു വീഡിയോ, അന്നത്തെ കാലത്ത് ഇസ്ലാമിക വിമർശന വീഡിയോ ഒക്കെ ഇട്ടാൽ ഒരു 2 മണിക്കൂർ 3 മണിക്കൂറോട് 10,000 പേര് 20,000 പേരൊക്കെ കാണുന്ന സ്റ്റേജിലേക്ക് എത്തി. ചില വീഡിയോ ഒക്കെ 45,000 50,000 ഇപ്പം 2 ലക്ഷം പേരൊക്കെ കണ്ട വീഡിയോ ഉണ്ട്. അന്ന് അദ്ദേഹം ഇന്ന് കത്തോലിക്ക സഭ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൾട്ടാണെന്ന് പറഞ്ഞ് നടന്നവൻ അന്ന് കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ ധ്യാനഗുരുവായ മലയാളി ധ്യാനഗുരുവായ വട്ടായി അച്ഛനെ സംരക്ഷിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് 20,000 പേരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ജയസപ്രമോട് ഒരു കാരണവശാലും അനിൽകുമാർ ഈ ജയ പോലെയുള്ള ഈ ആളുകൾ എങ്ങനെ സാജനെ പോലെയുള്ള ആളുകൾ ഷിബു പീഡിക്കലിന്റെ രഹസ്യ അനുയായികൾ ഇവരെല്ലാം ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി അനിൽകുമാർ അയ്യപ്പനെ സഭാവിരുദ്ധനാക്കാൻ അതിശക്തമായി ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും ഇറങ്ങരുത്. ഇപ്പം ജെയ്സ് അബ്രാഹമോ പെട്രാജിമിയോ ഒന്നും ഇറങ്ങിയാൽ കുഴപ്പമില്ല. പക്ഷെ അനിൽകുമാർ അയ്യപ്പൻ ഇറങ്ങിയാൽ അതൊരു സോഷ്യൽ മീഡിയ ഫിഗറാണ്, ആളുകൾ ശ്രദ്ധിക്കും, അത് വിഷയമാകുമെന്ന് പറഞ്ഞു. പക്ഷേ ആ കെണിയിൽ അനിൽകുമാർ അയ്യപ്പൻ വീണു. അത് ശരിക്കും പറഞ്ഞാൽ ആ കെണിയിൽ വീണത് അല്ല എന്നാണ് എൻ്റെ തിരിച്ചറിവ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടയിൽ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ജിൻഡോ ബദറിൻ്റെ രീതിയിൽ കത്തോലിക്കരും പെന്തക്കോസുകാരും പ്രൊട്ടസ്റ്റന്റുകാരും തമ്മിൽ സംവാദങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ നമ്മുടെ ജസ്വിൻ്റെ സംവാദം, ഞാൻ നടത്തിയ സംവാദം, ജസ്വിൻ്റെ സംവാദം, എങ്ങനെയൊക്കെയാണെങ്കിൽ ഈ സംവാദങ്ങളിലെല്ലാം പയ്യെ പ്രൊട്ടസ്റ്റന്റ് ലോകം പെന്തക്കോസ് ലോകത്തിന് അവരെ ഈ കീലേരി അച്ചുപോലെ ഞങ്ങൾ ജയിച്ചെന്ന് പറഞ്ഞാൽ പോലും പരാജയമാണെന്നുള്ള തിരിച്ചറിവ് ആളുകൾക്ക് ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ അതിനനുസരിച്ച് ഇവർ അഗ്രസീവായി. അപ്പോൾ ആ സമയത്ത് ഒരു ട്രൂത്ത് ഫൈറ്റേഴ്സ് ഇങ്ങനെ സഭാ വിഷയങ്ങളിൽ ഇടപെടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. അപ്പം വേറെ ചില ആളുകളാണ് ഇതിനകത്ത് ഇടപെടുന്നത്. ഈ സുഭാഷ് മണിയൻ്റെയും പിന്നെ വേറെ കുറച്ച് ആളുകൾ ഈ സംവാദത്തിൽ രാജേഷ് അങ്ങനെയൊക്കെയാണ്.
അതിനിടയിൽ ഈ ജെ.ജെയുടെ ഒക്കെ ടീമിൽ ഒരു സംവാദം ഡെന്നി സെബാസ്റ്റിനെ കൊണ്ട് വന്ന ഒരു സംവാദം നടന്നു. ഡ്യൂട്രോ കാനോണിക്കൽ ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള ഒരു സംവാദമായിരുന്നു. ആ സംവാദത്തിൽ അതിന് മുമ്പ് നടന്നൊരു സംവാദത്തിൽ ഒരു സുമ എന്ന് പറഞ്ഞ ഒരുത്തനെ കൊണ്ടുവന്നിട്ട് വേണ്ട രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ പോലും ആശയപരമായിട്ട് കുറേയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇച്ചിരി ഒരു പരാജയം സംഭവിച്ചു എന്നൊരു തോന്നൽ സമൂഹത്തിനുണ്ടായില്ല. എന്നാൽ അതിനുശേഷം നടന്ന ഡ്യൂട്രോ കാനിക്കൽ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട ഒരു സംവാദത്തിൽ ഷിബു പീഡിയക്കലും ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ക്രൈസ്തവ വിരുദ്ധനായ കത്തോലിക്ക സഭയിലേക്ക് ചേർന്ന ബെഞ്ചി എന്ന് പറയുന്ന ഒരു പെരും കള്ളനുണ്ട്, ഒരു യൂദാസ് ഉണ്ട്. അവൻ അവന്റെ സംസാരമൊക്കെ വളരെ നല്ലതെന്നൊക്കെ ചിന്തിക്കുന്നതാണ്. അവൻ്റെ ഒക്കെ സഹായത്തോടു കൂടി നടത്തിയ ഒരു സംവാദത്തിൽ ഡെന്നി സെബാസ്റ്റിനും പെന്തോകളും 100% തേഞ്ഞൊട്ടിപ്പോയി. ഞാൻ അന്ന് അവരോട് പറഞ്ഞത്, നിങ്ങൾ ഒരു കാരണവശാലും സംവാദത്തിന് പോകരുത്, കാരണം ഇത് ഷിബു പീഡിയക്കൽ ക്രിസ്ത്യാനിയല്ല, അവനുമായിട്ട് ഒരു സംവാദത്തിന് പോകരുതെന്ന് പറഞ്ഞാണ്. അവരെല്ലാം വിളിച്ചു. പക്ഷേ ഇവന്മാരെ പോയി പറഞ്ഞ മുതൽ ഇവരുടെ ഏറ്റവും വലിയ സംവാദന ഡെന്നി സെബാസ്റ്റിൻ അടക്കം സകല എണ്ണം തേഞ്ഞൊട്ടി. അവർക്ക് ഉത്തരം 2-3 ദിവസത്തേക്ക് അവർ ഒരു ഷോക്ക് അടിച്ച പോലെ ആയിപ്പോയി. ഇതൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ, താഴെ ഇരിക്കുന്ന ഒറ്റ ഒരുത്തന്നെ സമ്മതിക്കുകയല്ല. ഇത് നിങ്ങളിനി തല്ലിക്കൊന്ന് ചതച്ച് വെച്ചാലും സമ്മതിക്കില്ല, വാലിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഈ ടൈപ്പ് ടീമാണ് ഈ പെന്തോയിലെ പല എണ്ണം. അതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ സ്വീകരിക്കാം, അല്ല സ്വീകരിക്കാതിരിക്കാം. അത് കഴിഞ്ഞത്തോടെ ട്രൂത്ത് ഫൈറ്റേഴ്സ് തിരിച്ചറിയും ഞങ്ങൾ ഇറങ്ങിയില്ലെങ്കിൽ പണി കിട്ടും. അതിനുശേഷം കത്തോലിക്കർ ഞങ്ങൾ ട്രൂത്ത് ഫൈറ്റേഴ്സ് ഭാര്യയെയും മക്കളെയും പങ്കുവെക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്. പക്ഷെ തെളിവില്ല. ഇവന്മാരെ എല്ലാ സകല സ്ഥലത്തും പോയിട്ട് ക്ലിപ്പ് എടുക്കുന്ന ഇവന്മാർക്ക് ക്ലിപ്പ് കേൾപ്പിക്കാൻ പറ്റുന്നില്ല. അനിൽകുമാർ അയ്യപ്പനും അജീഷും ഒക്കെ ഭാര്യമാരെ പങ്കുവെക്കുന്നു എന്ന് പറയുന്ന ക്ലിപ്പില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു കാരണമുണ്ടാക്കി ട്രൂത്ത് ഫൈറ്റേഴ്സ് ഈ പ്രൊട്ടസ്റ്റന്റ് ലോകത്തെ രക്ഷിക്കാൻ ഇറങ്ങിയതിന്റെ ചരിത്രമാണ് അനിൽകുമാർ അയ്യപ്പനും ടീമും കത്തോലിക്ക സഭയ്ക്കെതിരെ തിരിഞ്ഞത്. അവർ കത്തോലിക്ക സഭയ്ക്കെതിരെ തിരിഞ്ഞ നിമിഷം തൊട്ട് അതിശക്തമായിട്ട് ഞാൻ അവരെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. അവരുദ്ദേശിച്ച പോലെ അവരുടെ പല്ലുവാലയിലൊന്നും ഞാൻ കയറി പിടിച്ചില്ല. എൻ്റെതായ രീതിയിലാണ് ഞാൻ കളിച്ചത്. ആ കളി ഏറ്റെന്ന് മാത്രമല്ല, അവർ സോഷ്യൽ മീഡിയയിൽ കത്തോലിക്കരുടെ ഇടയിൽ തികച്ചും അപ്രസക്തരായി തീർന്നു. കത്തോലിക്കർ അവരെ ഒരു തരത്തിൽ അടുപ്പിക്കാതായി. അവരെത്രത്തോളം കള്ളന്മാരാന്നുള്ള കാര്യം സമൂഹം അവരുടെ സകല ക്രെഡിബിലിറ്റിയും തകർത്ത് കളയുന്ന രീതിയിലാണ് ഞാൻ കളിച്ചത്. അത് നിങ്ങൾക്കൊക്കെ എത്രത്തോളം അത് മനസ്സിലാവുന്നൊന്നും എനിക്കറിയില്ല. അത് കേവലം ഇവിടെ മാത്രമല്ല, ഇപ്പം ഇപ്പം ഈ പറയുന്ന ശിശുമോൻ തങ്കപ്പനൊക്കെ എതിരെ ചെയ്ത വീഡിയോകളൊക്കെ അന്ന് പൈസ കൊടുത്ത് പരസ്യം ചെയ്ത് ഞാൻ ആളുകളിൽ എത്തിച്ചിട്ടുണ്ട്. ഒരു 10 ലക്ഷത്തിലൊന്നും പറയൊന്നുമില്ല. പക്ഷെ സമൂഹം ഈ കത്തോലിക്കർ നല്ലൊരു ശതമാനം ഉത്തരവാദിത്തപ്പെട്ട കത്തോലിക്കർ, സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ, സോഷ്യൽ മീഡിയയിൽ ചാനൽ നടത്തുന്ന ആളുകളൊക്കെ ഈ ടീമുകളെ തിരിച്ചറിഞ്ഞു. ഏറെക്കുറെ കത്തോലിക്ക സഭയിൽ തികച്ചും അമിതരായി മാറി. അവർക്ക് ഇനി കത്തോലിക്കരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറാൻ പറ്റാത്ത രീതിയിൽ അവരെ ആക്കി തീർത്തു. അതോടുകൂടി പിന്നെ അവരും പയ്യെ അവരുടെ റൂമുകൾ ഒരു പരാജയം. അവർ റൂം ഇട്ടാൽ 100-100 പേര് വരും, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താലും 100-200 പേര് കാണുന്ന ഒരു ശൈലിയിലേക്കൊക്കെ വന്നു. പയ്യെ കത്തോലിക്ക വിമർശനം അവർ നിർത്തി. ഞാനും നിർത്തി. അവരെ ടാർഗറ്റ് ചെയ്യുക എന്ന പരിപാടി ഞാൻ നിർത്തി. അവർക്ക് അത് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കത്തോലിക്ക സഭ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൾട്ടാണ് എന്ന് അവർ വിശ്വസിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർ വിശ്വസിച്ചോട്ട്. അവർ പരസ്യമായി പറയുമ്പോഴേ നമ്മൾ അവരെ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഞാൻ തിയോളജിക്കലി പ്രൊട്ടസ്റ്റന്റ് ലോകത്തെ മുഴുവൻ ഇടയ്ക്കിടയ്ക്ക് ചലഞ്ച് ചെയ്യാൻ, ഇന്നും ചലഞ്ച് ചെയ്തു, ഇന്ന് റൂമിലും ചലഞ്ച് ചെയ്തു. കത്തോലിക്ക സഭയുടെ 1 സൈഡ് ചലഞ്ചാണ്. കത്തോലിക്ക സഭയുടെ ഏതെങ്കിലും ഒരു വിശ്വാസം, ഏതെങ്കിലും പെരുന്നാളിന് കൊട പിടിച്ചുകൊണ്ട് നടക്കുന്നതല്ല, അതൊന്നും കത്തോലിക്ക വിശ്വാസത്തിന്റെ ഭാഗമല്ല, അത് ആഘോഷത്തിന്റെ ഭാഗമാണ്. ഡോഗ്മാറ്റിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കത്തോലിക്ക തിയോളജി വിശുദ്ധ ബൈബിളിന്റെ വചനം അനുസരിച്ച് തെറ്റാണെന്ന് തെളിയിക്കാൻ ധൈര്യമുള്ള ആർക്കും വരാം. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സംവാദം നടത്തി നോക്കാം. അങ്ങനെ പോയി. അതിനിടയ്ക്ക് ഡിസ്കഷൻ ലോഞ്ച് എന്ന് പറഞ്ഞ മറ്റൊരു വ്യാജ കൂട്ടുണ്ട്. സ്വന്തം പേരും അഡ്രസ്സും ഇല്ലാത്ത നെറികെട്ടവന്മാരുടെ ഒരു ഗ്രൂപ്പ്. പിന്നെ ആൻഡോ അബ്രഹാം, സാജൻ എന്നൊക്കെ പറയുന്ന പോലെ കുറെ നെറികെട്ടവന്മാരുണ്ട്. പിന്നെ സിഫി സക്രിയ എന്ന് പറയുന്ന ഒരു മാതൃപോകി ഇപ്പൊ ഈ പാനലിരിപ്പുണ്ട്. അവനെ കുറിച്ച് എന്റെ ജീവിതത്തിൽ എന്നും ഞാൻ ഒരേപോലെ പറയുക മാതൃപോകി എന്നാണ്. ഡിസംബർ നമ്മുടെ ഈ പ്രോഗ്രാമിന് ഒരു ഡെക്കോറം ഉണ്ട്. നമ്മള് അങ്ങനെ ഒരു പ്രൊവോക്കേഷനിലേക്ക് പോകണ്ട. ദേഷ്യത്തിൽ പറഞ്ഞല്ല, ആശയപരമായി പറഞ്ഞതാ. എന്റെ നിലപാട് തന്നെയാണ്. ഈ ലോകത്ത് അമ്മയെ പീഡിപ്പിച്ചിട്ട് ജയിലിൽ കിടക്കുന്ന
കുറ്റവാളികൾ ഈ ലോകത്തില്ലേ? ഉം. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പം റോബിൻ അച്ഛൻ കത്തോലിക്ക സഭയിലെ ഒരു വൈദികനാണ്. ഒരു കൊച്ചിനെ ഗർഭിണിയാക്കി ജയിലിൽ കിടക്കുവാണ്. ആ റോബിൻ അച്ഛനെ നമ്മൾ എന്താ വ്യഭിചാരി, പിഡോഫീലി, ശിശുഭോഗി എന്നല്ലേ നമ്മൾ വിളിക്കുക? ആ അർത്ഥത്തിലാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ എനിവേ ആ വിഷയം ഞാൻ നിങ്ങളുടെ മാനിച്ച് ഞാൻ ഇനി ആ രീതിയിൽ ഞാൻ എൻ്റെ ആ എക്സ്ട്രീം സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു ഈ ഷിബു പീഡിക്കലിൻ്റെ അനുയായികൾ രഹസ്യം അന്നും ആദം എന്ന് പറയുന്ന വ്യക്തിയെ നിരന്തരമായി ഞാൻ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ കൂട്ടത്തിൽ കുറെ വ്യാജന്മാർ ആദ്യം ജീജോലിക്കർ എന്ന് വിളിച്ച് ഇവരെ കുറെ ശക്തമായി ടാർഗറ്റ് ചെയ്തു. ഈ ജീജോലിക്കരുടെ ഇടയിൽ കുറെ കത്തോലിക്ക വിശ്വാസികളുണ്ട്. അവർക്ക് ഇവരുടെ കളികൾ ഈ ജെ ടോമിന്റെ ഈ ഇതുപോലെയുള്ള ആളുകളുടെ കളികളൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പൊ സിഫി സക്കറിയ, ജെ ടോം ഇവരൊക്കെ വ്യക്തമായ ഷിബു പീഡിക്കലിന്റെ വിശ്വാസം ഹോൾഡ് ചെയ്യുന്ന ആളുകളാണ്. ഇച്ചിരിയൊക്കെ വ്യത്യാസമൊക്കെ കാണാം. അക്ഷരാർത്ഥത്തിൽ ഷിബു പീഡിക്കലിന്റെ കാഴ്ചപ്പാടാണെന്നല്ല പറയുന്നത്. പക്ഷെ ഏകദേശം അതേ കാഴ്ചപ്പാട് ഹോൾഡ് ചെയ്യും. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ കത്തോലിക്ക ഡോക്മകളെ വയലേറ്റ് ചെയ്യുന്നത് വിശ്വസിക്കുന്ന ആളുകളാണ്. അതിന് പകുതി എണ്ണത്തിന് വിശ്വാസം ഉണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അപ്പൊ ഇവരെയൊക്കെ ടാർഗറ്റ് ചെയ്തു. ഒരു കാലത്ത് ജീജോലിക്കർ എന്ന് പറഞ്ഞ് ഇവരെ ടാർഗറ്റ് ചെയ്തു. പിന്നെ ഇവര് പെട്ടെന്ന് ഷിബുവായിട്ട് തല്ലിപ്പിരിഞ്ഞ് വീണ്ടും കത്തോലിക്ക വിശ്വാസികളായിട്ട് വരാൻ തുടങ്ങി. അപ്പം പിന്നെ ഞാൻ അവരെ ചൊറിയുന്ന പരിപാടി നിർത്തി, അവരോട് സഹകരിക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് ഇവർ വീണ്ടും അങ്ങനെ സഹകരിച്ചു പോകുന്നതിനിടയ്ക്കാണ് പെട്ടെന്ന് ഞാൻ ഒരു 50 ദിവസത്തേക്ക് ക്ലബ് ഹൗസിൽ നിന്ന് 50 നോയമ്പിന് മാറി നിന്ന് തിരിച്ചു വന്നപ്പോഴുണ്ട് ഇതാ കത്തോലിക്കരും അതിനിടയ്ക്ക് ഈ ഡിസ്കഷൻ ലോഞ്ചുകാരും ഈ കത്തോലിക്കരും തമ്മിൽ ഭയങ്കര അടിയായിരുന്നു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ SKയും ടീമും എല്ലാം ഡിസ്കഷൻ ലോഞ്ചിൽ പോയിരുന്നു. ഈ ജെ ടോം എപ്പോഴും അപ്പുറം ഇപ്പുറം നിന്ന് കളിക്കുന്ന ഒരു പൂലോ കളറാണ്. അവൻ പിശാചാണെന്ന കാര്യം എനിക്ക് എങ്ങനെയെങ്കിലും അവനെ നന്നാക്കി എടുക്കാം എന്നുള്ള രീതിയിൽ അവനോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സഹകരിക്കുമായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി ഒരിക്കലും നന്നാകാത്തൊരു സാത്താനാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ അതുകൊണ്ടോ SKയും ടീമും എല്ലാം കൂടെ അവിടെ ഇരുന്ന് ഷിബുവിനെ തെറി വിളിക്കുന്നു. അപ്പം ഞാൻ ഒരിക്കലും അപ്പോൾ യാക്കോബ സഭയാണ് തെറി വിളിക്കുന്നത്. ഷിബു യാക്കോബയുടെ ആളാണ്. അപ്പം ഷിബു അവിടെ ഇരുന്ന് കത്തോലിക്ക സഭയെയും ഓർത്തഡോക്സ് സഭയും തെറി വിളിക്കും. പക്ഷെ എനിക്കിതിൽ ഒരിക്കലും പങ്കുകാരാകാൻ പറ്റത്തില്ല. കാരണം എന്താണ്, എനിക്കൊന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയത്തില്ല. 2, കത്തോലിക്ക സഭയുമായിട്ട് വിശ്വാസപരമായ ഐക്യമുള്ള അല്ലെങ്കിൽ കൂതാശ ഐക്യമുള്ള ഒരു സഭയാണ് യാക്കോബ സഭ. ഒരു കാരണവശാലും ഒരു കത്തോലിക്കിന് യാക്കോബ സഭയുടെ വിശ്വാസങ്ങളെ തെറി വിളിക്കാനുള്ള റൈറ്റ് ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ തെറി വിളിക്കാൻ കൂടുന്നില്ല. പക്ഷെ ഇവരുടെ ഇരുന്ന് യാക്കോളി എന്നൊക്കെ കുറിച്ച് ഭയങ്കര തെറിവിളിയാണ്. അപ്പുറത്ത് ഷിബു തിരിച്ചു. പക്ഷെ ഇതൊരു ഫേക്ക് ആണെന്നതിന് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചന്തയിൽ പോയി ആദം യഥാർത്ഥത്തിൽ ഇതിനകത്ത് പല ആളുകളും യഹോവ പിശാചാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണെന്ന് എനിക്കറിയാം. ആദം ചന്തയിൽ പോയിട്ട് പച്ചയ്ക്ക് യുക്തിവാദം പറഞ്ഞത്. അപ്പം ഞാൻ ആ റൂമിൽ ചോദ്യം ചെയ്തപ്പോൾ സകല എണ്ണം കൂടെ എന്നെ കൂട്ടാക്രമണം നടത്തി. ആക്രമിക്കാൻ ഈ പറയുന്ന ഈ കത്തോലിക്കരെന്ന് ഇന്നിപ്പം ഡിസ്കഷൻ ലോഞ്ചുകാരും കത്തോലിക്കരും തമ്മിൽ തല്ലിയിട്ടുണ്ട്. കാരണം അവരെ ആ അവസ്ഥയിൽ എത്തിച്ചതാണ്. അവർക്കത് എത്തേണ്ട വന്നു. എൻ്റെ ഒരു റൂളും അതിനകത്തുണ്ട്. പക്ഷെ ആ സമയത്ത് സകല എണ്ണം ഈ ഡിസ്കഷൻ ലോഞ്ചിരിക്കുന്ന SKയും ബെഞ്ചിയും ജസ്വിനും സകല എണ്ണവും എന്നെ ടാർഗറ്റ് ചെയ്തു. പക്ഷെ ഒരു വിട്ടുവീഴ്ച ഞാൻ ചെയ്തില്ല. ഞാൻ ടാർഗറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാണേലും അതിൻ്റെ ഞാൻ ഉദ്ദേശിച്ച റിസൾട്ടുകളൊക്കെ കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇവന്മാർ തമ്മിൽ തെറ്റി. ഇപ്പം കത്തോലിക്കരും ഡിസ്കഷൻ ലോഞ്ചുകാരും തെറ്റി. അപ്പോൾ അവിടെ ഈ കത്തോലിക്കരുടെയിൽ ഒളിഞ്ഞിരുന്ന കുറേ കള്ളന്മാരുണ്ടായിരുന്നു. ജെ സിഫി സക്കറിയ, ബെഞ്ചി, അങ്ങനെയുള്ള കുറേ ആൾക്കാർ എക്സാക്റ്റ് ആയിട്ട് എക്സ്പോസ് ആയി. ഇവർ യഥാർത്ഥത്തിൽ ഡിസ്കഷൻ ലോഞ്ചിൻ്റെ അല്ലെങ്കിൽ ലിബറൽ തിയോളജിയോട് വ്യക്തമായ ചായവുള്ള, കത്തോലിക്ക സഭ തെറ്റാണെന്ന് ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ലിബറൽ തിയോളജിയൻ കാഴ്ചപ്പാടുള്ള ആളുകളാണെന്ന് വ്യക്തമായി. ഇവർ വിശുദ്ധ കത്തോലിക്ക ഡോക്മകളെ വയലേറ്റ് ചെയ്യുന്ന വ്യക്തികളാണെന്ന് മനസ്സിലായി. അപ്പോൾ ആ രീതിയിലേക്ക് വന്നു. ആ സമയമൊക്കെ ആയപ്പോഴത്തേനും ഈ ഇസ്ലാമിക വിമർശനം നിർത്തി. കാരണം ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്നും വലിയ കാര്യമായിട്ട് ക്രിസ്ത്യാനിറ്റി അറ്റാക്ക് ചെയ്യുന്ന ഒരു പരിപാടി ഇല്ലാതായി. പിന്നെ ക്ലബ് ഹൗസിൽ ആൾ ചുരുങ്ങി വന്നു. പെന്തക്കോസുകാർ ഏറെക്കുറെ പരിപാടിയൊക്കെ നിർത്തി. പിന്നെ ട്രൂത്ത് ഫൈറ്റേഴ്സ് വളരെ മര്യാദക്കാരായി മാറി. അവരുടേതായ രീതിയിൽ പോകുന്ന രീതി കത്തോലിക്ക സഭയെ ചൊറിയുന്ന പരിപാടിയൊക്കെ കുറെ നിർത്തി. പിന്നെ ഡിസ്കഷൻ ലോഞ്ച് എന്ന് പറയുന്ന ഈ പേരും അഡ്രസ്സും ഇല്ലാത്ത ഈ പൈശാചിക കൂട്ടം ഒരു പൈശാചിക കൂട്ടമാണെന്ന് വ്യക്തമായ ആളുകൾക്ക് മനസ്സിലായി. ജിയുടെ ടീമുകളിലും ഡിസ്കഷൻ ലോഞ്ചും ഒക്കെ ഏതാനും ഒന്നാണെന്ന് മനസ്സിലായി. ഈ കത്തോലിക്കര് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അവരുടെ ഒരു ഗ്രൂപ്പായിട്ട് കുറേയൊക്കെ കത്തോലിക്ക വിശ്വാസം തന്നെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഗ്രൂപ്പായി. പിന്നെ ചിറ്റനാപ്പള്ളിയെ പോലെയുള്ള അവിടെ ഇവിടെ നിൽക്കുന്ന കുറച്ച് അഡ്രസ്സ് ഇല്ലാതെ കുറച്ച് ടീമുകളല്ലാതെ വേറെ ഉപദ്രവമൊന്നും ഇല്ലാതായി. അതുകൊണ്ട് ഞാൻ പയ്യെ ക്ലബ് ഹൗസിൽ നിന്ന് എൻ്റെ ഫോക്കസ് യൂട്യൂബിലേക്ക് മാറ്റുകയും മറ്റ് വലിയ വിഷയങ്ങളിലേക്ക് പയ്യെ ഇടപെടാൻ തുടങ്ങി.
അങ്ങനെ യൂട്യൂബിൽ ഞാനിപ്പം കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയും ക്ലബ് ഹൗസിൽ വളരെ അപൂർവമായി വരുന്നു. ഇനി ക്ലബ് ഹൗസ് വരുവാന്ന് തന്നെ അഗസ്റ്റിൻ പാംപ്ലാനി എന്ന് പറയുന്ന കത്തോലിക്ക സഭയിലെ ഒരു യൂദാസ് ആണോ എന്ന് ഞാൻ സംശയിക്കുന്ന ഒരു വൈദികൻ ഈ ഡിസ്കഷൻ ലോഞ്ച് എന്ന പൈശാചിക കാത്തലിക് എന്ന് അവകാശപ്പെടുന്ന കത്തോലിക്ക ഡോക്മകൾക്കെതിരെ പഠിപ്പിക്കുന്ന ആളുകളുടെ ഇടയിൽ വരുമ്പോൾ ഞാൻ ഒന്ന് ക്ലബ് ഹൗസിൽ വരും. പിന്നെ അയാളെ ഞാൻ കൂടുതൽ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെയാണ്.